അപ്പം നമ്മൾ ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അല്ലേ. നമ്മൾ എവിടും തുടങ്ങി, നമ്മൾ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റിയും തുടങ്ങി, പ്രീ എറ്റേണൽ കൗൺസിൽ പഠിച്ചു. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ അവിടെ അങ്ങ് എഴുതി അങ്ങ് പായല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എവിടുന്ന് തുടങ്ങിയത്? ഒരു പ്രീ എറ്റേണൽ കൗൺസിൽ ഉണ്ടെന്ന് പഠിച്ചു. അതിന് മുമ്പ് നമ്മളൊരു ട്രിനിറ്റിയുടെ ബേസ് പഠിച്ചായിരുന്നു. ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. അത് എല്ലാ ഓൾമോസ്റ്റ് ചർച്ചകളും അംഗീകരിക്കുന്ന ഒരു ട്രിനിറ്റി. അതിൽ നിന്ന് നമ്മളെന്തൊരു പ്രീ എറ്റേണൽ കൗൺസിൽ ഉണ്ടെന്ന് പഠിച്ചു. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? പിതാവ് പുത്രൻ എന്ത് ചെയ്തു? ഒരു ലിസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലേ. ആ ലിസ്റ്റായിരുന്നു എന്ത്? ഇതെവിടെയാണ്? പ്രീ എറ്റേണലില്ല, ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരു ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ ഉള്ളവരെ എന്ത് ചെയ്യണമായിരുന്നു? സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ലിസ്റ്റിൽ തിരഞ്ഞെടുത്തത് എന്തിൻ്റെ ബേസിലായിരുന്നു? ഒന്നെന്തായിരുന്നു? അൺകണ്ടീഷണലായിരുന്നു. രണ്ടെന്താണ്? നമ്മൾ പറഞ്ഞു ഈ അൺകണ്ടീഷണലായിട്ട് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ മരിച്ചല്ലേ. അപ്പോൾ എന്തായിരുന്നു? ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പം ഇപ്പോഴും കൂടുതലും പേർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അൺകണ്ടീഷണൽ എലക്ഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അഷുറൻസ് ഓഫ് സാൽവേഷൻ കവർ ചെയ്യും. അതിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു 1-2 കാര്യം കൂടി അൺകണ്ടീഷണൽ എലക്ഷനിൽ പറഞ്ഞിട്ട് നമുക്ക് അഷുറൻസ് ഓഫ് സാൽവേഷനിലോട്ട് പോകാം. ഓക്കെ. ഇപ്പോൾ ആൾക്കാരുടെ ഇപ്പോഴും ഒരുപാട് പേർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അൺകണ്ടീഷണലായിട്ട് ദൈവം കുറച്ച് പേരെ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ അകത്തൊരു അനീതിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞ് ഞാൻ മടുത്തു. അതെ, ചിലപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. എനിക്കറിയാം, ഇത് ആദ്യം എനിക്കും ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ബിക്കോസ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, കണ്ടീഷണൽ എലക്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു എക്സ്പ്ലെയിൻ. അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പാടുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ലോകത്തിലെ എല്ലാ മതവും പഠിപ്പിക്കുന്ന എന്താണ്? കണ്ടീഷണൽ എലക്ഷനാണ്. നീ നന്നായിട്ട് ജീവിച്ചാൽ രക്ഷപ്പെടാമെന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ മതവും പഠിപ്പിക്കുന്നത്. അതിന് പേര് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഹിന്ദുയിസം എടുത്തു, നന്നായിട്ട് ജീവിച്ചാൽ എന്ത് കിട്ടും? മോശം കിട്ടും. ഏത് മതം എടുത്തു, എന്തെടുത്താലും നന്നായിട്ട് ജീവിച്ചാൽ നല്ലതാകുമെന്നുള്ളത് എന്താണ്? ബേസിക്കാണ്. അതാണ് കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ പഠിപ്പിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഹ്യൂമൻലി എളുപ്പമായതുകൊണ്ട് കൂടുതലും പേരെപ്പോഴും എന്ത് ചൂസ് ചെയ്യും? പക്ഷേ ബൈബിൾ പറയുന്നത് അതല്ല. ബൈബിളിലെ യേശു കർത്താവ് സ്വർഗ്ഗരാജ്യം പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം തുടങ്ങി എവിടുന്നാ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളതാണെന്ന് പറഞ്ഞാൽ. സാധാരണ മതമെല്ലാം പഠിപ്പിക്കുന്നത് എന്താ? നീ ആത്മാവിൽ നല്ല റിച്ച് ആവുക, കൂടുതൽ പഠിക്കുക, ആത്മീയമായി ബലപ്പെടുന്നവരാണ് മതത്തിലെ നല്ല ആൾക്കാരെന്ന് എല്ലാ മതവും പഠിപ്പിക്കുമ്പം യേശു കർത്താവ് പറയുക നേരെ ഓപ്പോസിറ്റ്. ആത്മാവിൽ എന്താണ്? ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുക. അപ്പം ഈ അൺകണ്ടീഷണൽ എലക്ഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, എന്താണ് പ്രൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ ഒരു ആസ്പെക്റ്റ് കൂടെ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് പോകാം. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ പ്രീ എറ്റേണൽ കൗൺസിലിൽ പിതാവ് എന്ത് ചെയ്തു? പുത്രനൊരു ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നു, എനിക്ക് നമ്മളത് വീഡിയോയിൽ വന്നില്ലായിരുന്നെന്ന് തോന്നുന്നു. നമ്മൾ അന്നേരം ഇവിടെ പറഞ്ഞായിരുന്നു പ്രീ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഈ തിരഞ്ഞെടുത്തവരെയൊക്കെ പിതാവ് എന്ത് ചെയ്തിരുന്നു? എന്തിനാ തിരഞ്ഞെടുത്തത്? വെറുതെ കുറേ പേരെ തിരഞ്ഞെടുത്തിട്ട് എന്നാൽ നീ ഇങ്ങോട്ട് പോകും തിരഞ്ഞെടുക്കുക അല്ലായിരുന്നു. ആ തിരഞ്ഞെടുത്തവരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഒരു പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? അവരെപ്പറ്റി ഒരു മുൻനിർണയമുണ്ട്. അവരിന്നതാകണമെന്ന് ഒരു മുൻനിർണയം ഉണ്ടായിരുന്നല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ അതിൻ്റെ പോയിന്റ് എന്തായിരുന്നു? കൺഫോമിറ്റി ടു ക്രൈസ്റ്റ് അല്ലേ. അപ്പോൾ കൺഫോമിറ്റി ടു ക്രൈസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മളെ തിരഞ്ഞെടുത്തതേ ക്രിസ്തുവിനെ പോലെ അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ്. ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ പോലാകുമ്പം വേറെ എന്തോരം എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യണം. 2, നമ്മൾ എന്ത് ചെയ്യണം? ഹോളിനെസ് ഉണ്ട്. 3, എന്തുണ്ട്? എറ്റേണൽ ഗ്ലോറി ഉണ്ട്. അപ്പോൾ നോക്കി, പ്രീ എറ്റേണൽ കൗൺസിലിൽ പിതാവ് നമ്മളെ പ്രീ ഡെസ്റ്റൈൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. യെസ്, പുത്രനെ പോലെ. ബേസിക്കലി സിമ്പിളായിട്ട് പറയാം, നമ്മളെ എന്താവാൻ വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി കുറേ പേര് എന്ത് ചെയ്തു? ഒരു പർപ്പസ് ഇല്ലാതല്ല സെലക്ട് ചെയ്തത്. ഒരു പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുത്തവരുടെ എല്ലാം ഡെസ്റ്റിനേഷൻ എന്താണ്? ഇവഞ്ച്വലി ഗ്ലോറിഫിക്കേഷനിൽ അവരെന്ത് പറ്റും? അവർ ക്രിസ്തുവിനെ പോലെ ആയി മാറും. ആ ക്രിസ്തുവിനെ പോലെ ആയി മാറുന്നത് കൊണ്ട് തന്നെ വെറുതെ ആക്കാൻ പറ്റുമോ? നമ്മളെ അഡോപ്റ്റ് ചെയ്യണം അല്ലേ?
ദൂരത്തിരുന്ന് നമ്മളെ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം, നമ്മളെ അഡോപ്റ്റ് ചെയ്യണം. ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ നമുക്കൊരു ഹോളിനെസ് ഉണ്ട്, അതിനകത്തിൽ എന്തുണ്ട്, ദൈവത്തിന് എറ്റേണൽ ഗ്ലോറി ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീഡെസ്റ്റൈൻ ചെയ്യുമ്പം എന്തിനാണ് കൺഫോമിറ്റി ടു ക്രൈസ്റ്റ്? എന്തുകൊണ്ടാണ് കുറേ പേരെ ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി, പിതാവായ ദൈവം തിരഞ്ഞെടുത്ത് ക്രിസ്തുവിനെ പോലെ ആകാൻ പ്രീഡെസ്റ്റൈൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ടല്ലേ. എന്താ സംഭവിക്കുന്നത് അവിടെ? കുഞ്ഞാടിൻ്റെയാ രക്തത്താൽ നമ്മളെ എടുത്ത് എന്തിനാ? കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുക. അപ്പം നമ്മളെ എടുത്തിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ കാന്തയായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പം നമ്മളെ എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ബ്രൈഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ബ്രൈഡ് ആവണമെങ്കിൽ മനുഷ്യൻ്റെ ഇപ്പം തമ്പിയെങ്കിൽ സനോയെ കെട്ടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒരു മനുഷ്യ സ്ത്രീയെ കൊണ്ടല്ലേ കെട്ടിച്ചത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ബ്രൈഡ് ആവണമെങ്കിൽ നമ്മൾ എന്താവണം? നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണം. ആ പ്രോസസ്സാണ് ഇത് മൊത്തം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഉലക സ്ഥാപനത്തിന് മുമ്പേ പ്രീഡെസ്റ്റൈൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺഫോമിറ്റി ടു ക്രൈസ്റ്റ്. എന്തിനു വേണ്ടിയിട്ട്? ക്രൈസ്റ്റിന് ബ്രൈഡിനെ തിരഞ്ഞെടുക്കാൻ. ഇനി നിങ്ങൾ ഇതിനെ തിരിച്ച് വന്നേ, ഇനി തിരിച്ച് ചിന്തിക്കുക. പിതാവായ ദൈവം തൻ്റെ പുത്രന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കുമ്പം ആ പിതാവിന് റൈറ്റ് ഇല്ലേ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ? ഇപ്പോൾ തമ്പിയെങ്കിൽ സനോയ്ക്ക് കല്യാണം ആലോചിച്ചപ്പം രേഷ്മയുടെ അതേ ക്വാളിറ്റി ഉള്ള മിനിമം ഒരു 100 പേര് കേരളത്തിൽ കാണത്തില്ലേ? അപ്പോൾ രേഷ്മയെ തിരഞ്ഞെടുത്തപ്പോൾ ബാക്കി 99 പേരോട് ചെയ്ത് അനീതിയാണോ തമ്പിയെങ്കിൽ? ആണോ? ഒന്ന് ആലോചിച്ച് പോയിക്കല്ലേ അല്ലേ? മറ്റേ 2 തമ്പിയെങ്കിളുമാരുടെ പിള്ളേരെ കെട്ടിച്ചതല്ലേ? അങ്കിള് 2 പിള്ളേരെ കെട്ടിച്ചതല്ലേ? അൺലെസ് ഇപ്പോൾ ഒന്നീ അവർ തിരഞ്ഞെടുത്തുകൊണ്ട് വരും. അതല്ലാതെ നമ്മളൊരാളെ വിവാഹത്തിന് ഇപ്പം നാളെ ഇപ്പോൾ എന്താ പറയണ്ടേ, രാജിവെച്ചാൻ്റെ മോനെ വിവാഹം ആലോചിക്കുമ്പോൾ ഒരു പാരാമീറ്റർ വെച്ചിട്ട്, ജോയിലെ സമയം വരും, ഒരു പാരാമീറ്റർ വെച്ചിട്ട് നിങ്ങളെന്താ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുള്ള പെൺകുട്ടി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം വെച്ച് വരുമ്പം അതേ പാരാമീറ്ററുള്ള മിനിമം ഒരു 100 പേര് കാണത്തില്ലേ? ആ 100 പേരിൽ നിന്ന് ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബാക്കി 99 പേരോട് കാണിക്കുന്ന അനീതിയാണോ അത്? അതിനെ എങ്ങനെയാണ് നമുക്ക് അനീതി എന്ന് വിളിക്കാൻ പറ്റുന്നത്? പിതാവ് തൻ്റെ പുത്രനൊരു ബ്രൈഡിനെ കണ്ടെത്തുമ്പം പിതാവിൻ്റെ പരമാധികാരത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ആരെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക എന്നുള്ളതല്ലേ. ബാക്കി 99 പേർക്ക് കിട്ടുന്നത് എന്തല്ല? അനീതിയല്ല കിട്ടുക. അതുകൊണ്ടാണ് റോമാലേഖനം 1 തൊട്ട് 3-ാം അധ്യായം വരെ നമ്മൾ പഠിച്ചപ്പം പൗലോസ് വ്യക്തമായി പറയുകയാണ്, ആസ് എ ജഡ്ജ് ദൈവം എന്ത് ചെയ്തു? ഒരു ജഡ്ജായിട്ട് ദൈവം നോക്കുമ്പം ദൈവം എല്ലാവർക്കും എന്ത് കൊടുത്തു? മനസാക്ഷി കൊടുത്തു. എന്ത്? വിധിക്കാൻ വേണ്ടി. മനസാക്ഷിക്കെതിരായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നീതിയോട് എന്ത് ചെയ്യാൻ പറ്റും? അവരെ വിധിക്കാൻ പറ്റും അല്ലേ? അപ്പം നിയമം വെച്ച് നോക്കുവാണെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല? ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ നാളിൽ ദൈവം ന്യായം വിധിക്കുമ്പം എല്ലാ മനുഷ്യരും, അതുകൊണ്ട് സങ്കീർത്തനക്കാരനൊക്കെ യേശു കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വരുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ സങ്കീർത്തനക്കാരനൊക്കെ പറഞ്ഞ ദൈവം ഭൂമിയിൽ നിന്ന് മനുഷ്യനെ നോക്കുന്നു, ഒരുത്തൻ പോലും ഇല്ല, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, എല്ലാവരും എന്ത് ചെയ്തു? കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പം എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നപ്പം അവർക്ക് കൊള്ളരുതാത്തവരായ ഒരാളെ എന്താ പറയണ്ടേ, അവരെ ആ തെറ്റിന് ശിക്ഷിക്കുന്നത് എന്താണ്? അത് ജസ്റ്റിസാണ്, അത് നീതിയാണല്ലേ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇവിടെ 4 പേര് ഉണ്ട്. ഈ 4 പേരും എന്താണ്? ഈക്വലി പാപികളാണ്. 4 പേരും ഈക്വലി പാപികളാണ്. ഈ 3 പേരെ ശിക്ഷിക്കുന്നത് അനീതിയല്ല, ഇതെന്താണ്? ഇത് ജസ്റ്റിസാണ്. ഈ ഒരാളോട് ദൈവത്തിന് എന്ത് തോന്നി? കരുണ തോന്നി. ആ കരുണ തോന്നി എന്താണ്? ദൈവം പുത്രന് വേണ്ടി ഒരു വധുവിനെ കണ്ടെത്തിയപ്പം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്തു. ബാക്കി 3 പേർക്കും നീതി കിട്ടി. ബാക്കി മറ്റേ ഒരാൾക്ക് എന്ത് കിട്ടി? കരുണ കിട്ടി. കൃപയാൽ ആ കരുണ ലഭിച്ചവരായിട്ടുള്ളവർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേലിനോട് എനിക്ക് എന്ത് തോന്നി? എനിക്ക് കരുണ തോന്നി. മേരിയോട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നോഹയ്ക്ക് എന്ത് കിട്ടി? കൃപ ലഭിച്ചു. നമുക്കെന്ത് കിട്ടി? കൃപ ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെ എന്ത് ചെയ്തു? അൺകണ്ടീഷണലായിട്ട് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു? ലിമിറ്റഡ് ആയിട്ട് ഒരു അറ്റോൺമെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ് വന്നുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താ പഠിച്ചതല്ലേ. യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ് വന്നാലുള്ള പ്രശ്നം എന്താണ്?
നീതീകരണം നടക്കുന്നത് ക്രൂശിലായതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും നീതീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പറയേണ്ടി വരും. അങ്ങനെ എല്ലാ മനുഷ്യരും നീതീകരിക്കപ്പെട്ടാൽ ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ എൻ്റയർ വേൾഡിന് സാൽവേഷൻ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രസംഗിക്കേണ്ടി വരും. അപ്പോൾ ഇനിയും വരുന്ന ഒരു നരകം പ്രസംഗിക്കാനേ പറ്റത്തില്ല. ആക്ച്വലി ഉണ്ട്, യൂണിവേഴ്സലിസ്റ്റുകളുണ്ട് അങ്ങനത്തെ, അതിന് വിരുദ്ധവുമാണ്. ഇനി നമ്മുടെ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു. അവർ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ, അവരങ്ങനെ തർക്കിക്കാൻ വേണ്ടി ഇട്ടതല്ല, അവർ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുക, ദൈവം ഇങ്ങനെ അൺകണ്ടീഷണലായിട്ട് ദൈവം ഓൾറെഡി എലക്ഷൻ ഉണ്ടെങ്കിൽ, കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഒടുക്കത്തെ നാളിൽ ഒരാൾ പോയിട്ട് കർത്താവിനോട് പറയുക, അപ്പാ എന്നെ തിരഞ്ഞെടുത്തില്ലയോ എന്ന് ചോദിച്ചാൽ ദൈവം, നീതിമാനായ ദൈവം അവരോട് എങ്ങനെ അതിന് മറുപടി പറയും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വളരെ ജെന്യൂനായിട്ടുള്ള ചോദ്യമാണല്ലേ. ആ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ആ സാൽവേഷൻ്റെ പ്രോഗ്രസ്സൊക്കെ നമ്മൾ എഴുതി വരച്ച് കാണിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ, ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു എഫക്ച്വൽ കോൾ അവർക്കുണ്ടാകുകയും 100% അവരെന്ത് ചെയ്യുകയും ചെയ്യും? ദൈവവചനത്തോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. മരിച്ച് ദൈവസന്നിധി ചെന്നിട്ട് ഒരാൾ അപ്പ എന്നെ തിരഞ്ഞെടുത്തില്ലല്ലോ എന്ന് പറയുന്ന ഒരാൾക്ക് കോൾ ഉണ്ടായിരുന്നെങ്കിൽ, ആ ഉള്ളിൽ ആ ദാഹം ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് 100% സാൽവേഷനോട് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്തിരിക്കും. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ പറയുക, ദൈവമേ എന്നെ കൈവിട്ടോ അല്ലെ എന്നെ തിരഞ്ഞെടുത്തിട്ടില്ലയോ എന്ന് ഹൃദയം തകർന്ന് ചോദിക്കാൻ കഴിയുന്നെങ്കിൽ വെൽക്കം ടു ദ ക്ലബ് അല്ലേ. അങ്ങനെ ഹൃദയം തകർന്ന് പിതാവിനെ എന്നെ കൈവിട്ടോ, ഞാൻ തിരഞ്ഞെടുത്ത ആളല്ലേ എന്ന് തോന്നുന്നെങ്കിൽ, ആ തോന്നൽ നിങ്ങൾക്ക് സ്വയം തോന്നുന്നതല്ല. ആ തോന്നൽ ഉണ്ടാകാൻ ഇവിടെ പിതാവ് തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ, പിതാവ് ആകർഷിക്കാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുത്രനെ കാണാൻ പറ്റത്തില്ല. ആ ആകർഷണമുള്ളവർക്ക് മാത്രമേ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാത്തവർ ഇത് കേട്ടാൽ പറയുമോ പിന്നെ ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയും. 1000 പേര് കാണുമായിരിക്കും. ആരെങ്കിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, അതാ പറയുന്നത്, വെറുതെ വായും കൊണ്ട് ഏറ്റു പറയാനല്ല. അതിപ്പോൾ ആർക്കും പറ്റുമല്ലേ. നമ്മൾ ഇന്ത്യയിലൊക്കെ കാണത്തില്ല ഇങ്ങനെ ഓരോ മതത്തിൻ്റെ ഓരോന്നിങ്ങനെ ബലം പ്രയോഗിച്ച് പറയിപ്പിക്കുന്നത്. അങ്ങനെ പറയുന്നതല്ല. ഹൃദയത്തിൽ നിന്ന് യേശുവിനെ കർത്താവായിട്ട് ആരെങ്കിലും ഏറ്റു പറയുന്നെങ്കിൽ അത് സ്വയം പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിലവിളിക്കുക, അയ്യോ എന്നെ തിരഞ്ഞെടുത്തിട്ടില്ലയോ എന്ന് അവൻ്റെ ഉള്ളിൽ അത്ര ബേഡം വന്നെങ്കിൽ 100% അവനെ ഇലക്ഷനിൽ ഉള്ളത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? പരിശുദ്ധാത്മാവ് അവനിൽ ആ ബേഡൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ ആസ്പെക്റ്റ് ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്, അൺകണ്ടീഷണലായിട്ട് ദൈവം ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ സുവിശേഷം പറയുന്നതെന്നല്ലേ. വിശ്വാസത്താലാണ് എന്ത് നീതീകരണം സംഭവിക്കുന്നത്. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? കേൾവിയാൽ ഉണ്ടാകുന്നു. അപ്പോൾ ബേസിക്കലി നമുക്കറിയത്തില്ല ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ എൻ്റെ ചുറ്റും 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെ ഉള്ളായിരിക്കും ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിലുള്ള ആൾ. എനിക്കിത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് ഇനി 10 പേരോടും പറയേണ്ടത് എന്താണ്? എൻ്റെ ജോലിയാണ്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാവുന്നത് എന്താണ്? എനിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവ് ഉണ്ടെന്നും ആ കർത്താവ് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാവാൻ മരിച്ചത്, വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയേണ്ടത് എൻ്റെ ജോലിയാണ്. ആ 10 പേരിൽ എലക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും? അതിനോട് റെസ്പോണ്ട് ചെയ്യും. അതൊരു പക്ഷേ ആ ടൈമിലായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പൗലോസിനെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തേ? ഇന്ന് രാവിലെ ഒരു ആൻറ്റി എന്നെ വിളിച്ചപ്പോൾ ആൻറ്റി എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആൻറ്റി പറയുന്നത് നമ്മളപ്പം പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ആൻറ്റി ചോദിക്കുന്നത്. ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളുണ്ട്, വിശ്വാസത്തിലല്ല, അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോർ ഷുവർ അവർ ഈ രക്ഷ വരും. ഇനി തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് കാര്യമുണ്ടോ? അപ്പോൾ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടായോ എന്നതാണ് ചോദ്യം. ഇന്ന് ഏബൽ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ടോപ്പിൽ, നമ്മൾ ഇന്നാളത് പഠിച്ചല്ലേ, മനുഷ്യൻ്റെ ഫ്രീ വില്ലിൻ്റെയും ടോപ്പിലുള്ളത് എന്താണ്? ഗോഡ്സ് സോവർണിറ്റി. ഭൂമി ഉണ്ടാക്കുന്നതിനും ഭൂമണ്ഡലത്തെ ഉണ്ടാക്കുന്നതിനും ഒക്കെ മുമ്പേ പ്രീ എറ്റേണിറ്റിയിൽ നിന്നിട്ട് ഫ്യൂച്ചർ എറ്റേണിറ്റി കാണുന്ന ആളാണ് ആര്? ദൈവം. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഇതെല്ലാം ഓൾറെഡി ഡ്രാഫ്റ്റഡ് ആണ്. അപ്പം നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരാളെ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലില്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദ ഓൺലി വൺ തിങ് വിച്ച് വി ക്യാൻ ഡു ഈസ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതുപോലെ അവരെയും തിരഞ്ഞെടുത്തതായിരിക്കണേന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ എഗെയിൻ കർത്താവിൻ്റെ സോവർണിറ്റിയിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും.
ശൗൽ എന്തായിരുന്നു, പൗലോസ് ആരായിരുന്നു? സഭയെ മൊത്തം ഉപദ്രവിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ പോലും ഹൃദയത്തിൽ നിന്ന് പൗലോസ് രക്ഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൗലോസ് സ്വയം മാനസാന്തരപ്പെട്ടിട്ട് ഒരു മൊമെൻറ്റ് ചിന്തിച്ചിട്ടില്ല, ദൈവമേ അങ്ങ് അത്ര വലിയവനാണെന്നും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ഹി വാസ് എലക്റ്റഡ്. ആ ടൈം ആയപ്പം ദൈവം പറയുക നീ ഇങ്ങ് വാമോനെ എന്ന് പറയുക. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത് കോളെന്ന് പറയുന്നത്. ആ കോൾ ഈസ് വെരി ഇറസിസ്റ്റബിൾ. ബിക്കോസ് ദൈവം വിളിക്കുന്നത് കൊണ്ട് പൗലോസ് 10 ദിവസം ദൈവത്തിൻ്റെ കോളിൽ നിന്ന് ഒളിച്ച് നടക്കുകയും ദൈവം പുറകെ നടന്ന് വിളിച്ചുകൊണ്ട് വരികയൊന്നുമല്ല. ബിക്കോസ് ഹി വാസ് സെലക്റ്റഡ്. ദ വെരി വൺ മൊമെൻറ്റ് പൗലോസിന് ഒരൊറ്റ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ ഒരൊറ്റ കോള് കിട്ടിയതേ ഉള്ളൂ. ഡൺ. ആരും പ്രാർത്ഥിച്ചിട്ടില്ല പൗലോസിന് വേണ്ടി. ഈവൻ വിളി കിട്ടിയ പൗലോസ്, രക്ഷിക്കപ്പെട്ട പൗലോസിനെ യെരുശലേമിലെ സഭ അടുപ്പിച്ചിട്ടില്ല. കാരണം പേടിയായി, ഇവൻ കളിപ്പിക്കാൻ വേണ്ടി വന്നേക്കുകയാണോ എന്ന്. അതുകൊണ്ട് പൗലോസ് സിറിയയിലെ ആന്റിയോക്കിൽ പോയിട്ട് ബർണബാസിൻ്റെ കൂടെ ബേസ് ഉണ്ടാക്കേണ്ടി വന്നു. സഭ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കോളിംഗ് ഈസ് കോളിംഗ്. ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും കോളിംഗ് ഉള്ളവൻ വരും. അതിനർത്ഥം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യരുതെന്നല്ല. നമുക്ക് പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരോടും സുവിശേഷം പറയണം. ബിക്കോസ് വി ഡോണ്ട് നോ ആരൊക്കെയാണ് ഈ ലിസ്റ്റിലുള്ളത് നമുക്ക് എന്തില്ല അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരോടും സുവിശേഷം പറയണം. നമുക്കറിയാവുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. പക്ഷേ യു ബീയിങ് ആൻ എലക്റ്റഡ് വൺ, നമ്മുടെ പ്രധാന പണി എന്തായിരിക്കണം എന്നറിയാമോ? ഈ ചോദ്യം, ഈ അൺകണ്ടീഷണൽ എലക്ഷൻ്റെ പ്രശ്നം എനിക്കറിയാം. ആളുകളെ കൂടുതൽ ഇത് ബോദർ ചെയ്യുന്നത്, ഇപ്പം ചിലർ പറയും എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്ന്, പക്ഷേ മറ്റൊരാൾ എലക്റ്റഡ് അല്ലയോ, എൻ്റെ ഭാര്യ എലക്റ്റഡ് അല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള വറിയുണ്ട്. എൻ്റെ അപ്പനും അമ്മയെ പറ്റിയുള്ള വറിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു വിശുദ്ധ വിളിയാണ് അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, സനോയ് രേഷ്മയെ ചൂസ് ചെയ്തപ്പം ഏറ്റവും കുറഞ്ഞ 100 പേരുണ്ട് രേഷ്മയുടെ സെയിം പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നവരല്ലേ. അതിൽ നിന്ന് രേഷ്മയെ ചൂസ് ചെയ്തപ്പം രേഷ്മ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് വന്നാലും മറ്റേ 99 പേരെ സെലക്ട് ചെയ്യാനിത് മോശമായി പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവസാനം വരെയും ജീവിച്ചാൽ യു വിൽ നെവർ ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ് അല്ലേ. രേഷ്മയെ തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിൻ യോഗ്യമാവും വണ്ണം ഇനി ഒരു നല്ല ഭാര്യയായി ജീവിക്കുക എന്നതാണ് രേഷ്മയുടെ ഉത്തരവാദിത്വം. അതിനർത്ഥം മറ്റേ 99 പേരോട് സഹതാപം തോന്നണ്ടെന്നല്ല. അവർക്ക് വേണ്ടിയിട്ടും രേഷ്മ പ്രാർത്ഥിച്ചോളൂ. സനോയെ പോലെ നല്ലൊരു ബ്രൈഡിനെ അവർക്ക് കിട്ടട്ടെ, ഒരു ഗ്രൂമിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ അല്ലേ. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് നമ്മളിപ്പോഴും മറ്റേ 99 പേരെന്നാലും പോയല്ലോ എന്ന് നിന്നിട്ട് ഇവിടെ നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ശ്രേഷ്ഠതയും അതിൻ്റെ ഇന്ന് ഏബൽ പറഞ്ഞ പോലെ അതിൻ്റെ ജോയിയും റിയലൈസ് ചെയ്യാതിരിക്കുന്നതല്ല ട്രൂ അഷുറൻസ് ഓഫ് സാൽവേഷൻ. മറ്റേ 99 പേരെ പറ്റിയിട്ട് നമുക്ക് എന്തു വേണം? ഭാരം വേണം. അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദേ മൈറ്റ് ബി, ഇവരെല്ലാവരും എന്താണ് ഈ കൃപയുടെ കൂട്ടവകാശികളായിരിക്കാം, എനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. നമ്മൾ ഇത് വെച്ചിട്ട് ആരെയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ 50 വയസ്സായി, 50 വയസ്സുള്ള ഒരാൾ 50 വർഷവും ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് പറഞ്ഞ് സഭയെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഡസൻറ്റ് മീൻ ഹീ ഈസ് നോട്ട് എലക്റ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൗലോസ് എലക്റ്റഡ് അല്ലായിരിക്കും. അപ്പം നമുക്ക് ഒരാൾ നമ്മളുടെ കണ്ണിലെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ ജീവിക്കുന്നില്ല എന്നതുകൊണ്ട് അയാൾ എലക്റ്റഡ് അല്ല എന്നതിന് അർത്ഥമില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്ത് ചെയ്യും? അവരെ കൺവേർട്ട് ചെയ്യിച്ചോളൂ. മനസ്സിലായോ? ഇനിയും നമ്മുടെ കണ്ണിലെ എല്ലാ പാരാമീറ്റേഴ്സും ഉദ്ദേശിച്ച് ജീവിക്കുന്ന ഒരാളും എലക്റ്റഡ് ആയിരിക്കണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയത്തില്ല കർത്താവിൻ്റെ പരമാധികാരത്തിൽ ആരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. നമ്മളെ പത്രോസ് ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സഹോദരന്മാരെ, എൻ്റെ കോളിംഗാണ് ഞാൻ ഉറപ്പിക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം ഐ ക്യാൻ ബി എമ്പത്തറ്റിക് ടു ഓൾ ആൻഡ് ഐ ക്യാൻ പ്രേ ഫോർ ദം, ഐ ക്യാൻ ആക്റ്റീവ്ലി ഷെയർ ദ ഗോസ്പൽ വിത്ത് ദം. പക്ഷെ ഞാൻ ഉറപ്പിക്കേണ്ടത് എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ്. സില്ല ചെയ്യേണ്ടത് സില്ലയുടെ തിരഞ്ഞെടുപ്പും വിളിയും എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ, അല്ലെങ്കിൽ ഒടുക്കത്തെ നാളിൽ പറയത്തില്ല കർത്താവേ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും, ഞാൻ സ്ട്രീറ്റ് മിനിസ്റ്ററി ചെയ്തു, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മളെ തന്നെ നേടിയില്ലല്ലോ, എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ദ വെരി ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ? ഈ അൺകണ്ടീഷണൽ ഇലക്ഷനിൽ ഇനി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? ജോയിലിനൊക്കെ ആദ്യം അത് ഭയങ്കര പ്രശ്നമായിരുന്നു, ഇപ്പം ശരിയായോ? ഓക്കെ ആണോ? ഇത് ഞാൻ തുടച്ചേക്കട്ടെ? ഓക്കെ അല്ലേ? ഏകജാതന് യെസ് ആ കുറേ എന്നുള്ള മെയിൻ ഈസി ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ ക്രൈസ്റ്റിൻ്റെ ബ്രൈഡ് എന്ന് പറയുന്നത്
നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് കാണുന്നത്, പക്ഷേ ഇതൊരു കളക്റ്റീവ് വേർഡാണ്, മനസ്സിലായോ? നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് 100 പേരുണ്ടെങ്കിൽ ഈ 100 പേരെ ചേർത്താണ് കർത്താവിൻ്റെ മണവാട്ടി സഭ ഈസ് ലൈക്ക് എ കളക്റ്റീവ് ടേമാണല്ലോ. അപ്പം ഇൻഡിവിജ്വലി ഇപ്പം ഞാനും സന്നോയും വി ബോത്ത് ആർ എലക്റ്റഡ്, നമ്മൾ രണ്ടും അതിൻ്റെ അകത്തെ പാർട്ടാണ്, മനസ്സിലായോ? അപ്പോൾ കളക്റ്റീവ്ലിയാണ് കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത്. യെസ്, വി ആർ ഓൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് വൺ ബോഡി എന്ന് പറയുന്ന പോലെ. നമ്മൾ ഇനിയും ഇതിൻ്റെ അകത്തിൽ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കർത്താവ് ഈ ഒരു പ്രോസസ്സിന് ഈ യഹൂദന്മാരുടെ നിയമപ്രകാരം ഈ യഹൂദന്മാർ ബേസിക്കലി ഭൂമി ജീവിച്ചത് മൊത്തം എന്തായിരുന്നു? കർത്താവ് ഒരു മോഡൽ കാണിച്ച് തരുമായിരുന്നു, ഞാൻ തിരഞ്ഞെടുക്കുന്ന ജനം ഇങ്ങനെ ആയിരിക്കുമെന്നും. ലൈക്ക് കർത്താവിൻ്റെ ഒരു നേച്ചർ, ഒരു ബിഹേവിയർ, ഒരു ക്യാരക്ടറൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യഹൂദനെ ചൂസ് ചെയ്തത്. ഇപ്പം യഹൂദന്മാരുടെ നിയമപ്രകാരം അന്ന് ആരാണ് യഹൂദന്മാരുടെ മോന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതെന്നറിയാമോ? അവരുടെ അപ്പനാ. അതുകൊണ്ടാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത്, ഇസ്ഹാക്കിന് വേണ്ടിയിട്ടും നമ്മളെ ത്രൂ ഔട്ട് ദ ബൈബിൾ യഹൂദന്മാരുടെ നിയമപ്രകാരം ഇറ്റ് ഈസ് ഫാദേഴ്സ് ഡ്യൂട്ടി ടു ഫൈൻഡ് എ ബ്രൈഡ് ഫോർ ദ സൺ. ഇന്നത്തെ പോലല്ല, അന്ന് ഒരു ഭാര്യയെ കൊണ്ടുവരുമ്പം ആൺ ചെറുക്കൻ എന്ത് ചെയ്യണം, അതായത് ചെറുക്കൻ്റെ അപ്പൻ എന്ത് ചെയ്യണം, സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. അതിനെ അവർ മോഹർ എന്നായിരുന്നു അവരുടെ ടീമിൽ പറയുന്നത്. മോഹർ, MOHAR, മോഹർ എന്ന് പറയും. ജ്യൂസിന് അങ്ങനെ അവരങ്ങനെയാണ്. ഓക്കെ, ജ്യൂസിന് അങ്ങനെ ആയിരുന്നു. അവരാര് കൊടുക്കണം, ചെറുക്കൻ്റെ അപ്പൻ എന്ത് ചെയ്യണം, ഒരു ഒരു ഗിഫ്റ്റ് പോലെ ഒരു വലിയ എമൗണ്ട് ആർക്ക് കൊടുക്കണം, പെണ്ണിൻ്റെ കൊടുത്തിട്ട് വേണം പെണ്ണിനെ എന്ത് ചെയ്യാൻ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് അബ്രഹാം ഇസ്ഹാക്ക് പറഞ്ഞു വിടുമ്പം ബാല്യകാരണിയിൽ ഇതൊക്കെ കൊടുത്തു വിടത്തില്ലേ. സോ ബേസിക്കലി ഈ കോൺസെപ്റ്റിൽ ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പിതാവിൻ്റെ പുത്രന് വേണ്ടിയിട്ട് ഒരു വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ മോഹർ, എന്തായിരുന്നു അവിടുത്തെ? എക്സാക്ട്ലി, പിതാവ് സ്വന്തം പുത്രനെ എന്ത് ചെയ്തു? ഈ പ്രോസസ്സിന് മുഴുവൻ പിതാവ് സ്വന്തം പുത്രനെ വിട്ടുകൊടുത്തതായിരുന്നു പിതാവ് നമുക്ക് തന്ന ഏറ്റവും വലിയ സ്ത്രീധനം. നോക്കിക്കൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പൊതുവെ ആൾക്കാർ ഈ സാൽവേഷനെ പറ്റി പറയുമ്പോൾ എന്തോ ഒരു പാട്ടുണ്ട്, കല്യാണം കഴിക്കുക, കുരിശിനാൽ നേടിയൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും തന്നതെന്ന് പറയുന്നത്. ഞാൻ ഈ പൊതുവെ സാൽവേഷനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂടുതലും പേര് പുത്രൻ ക്രൂശിൽ സഹിച്ച അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ സാക്ഷാൽ സ്വന്തം പുത്രനെ പിതാവ് വിട്ടു തന്ന ആ ഒരു പ്രോസസ്സ് പലരും എന്ത് ചെയ്യാറില്ല, കാണാറില്ല. അപ്പോൾ നോക്കി, ഇതിൻ്റെ അകത്തിലെല്ലാം ഇറ്റ്സ് ഓൾ ഡീപ്ലി റൂട്ടഡ് എന്താണ്, സാൽവേഷൻ റൂട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നോക്കി, അൺകണ്ടീഷണലായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തു, ലിമിറ്റഡ് അറ്റോൺമെൻറ്റ് ഉണ്ടായിരുന്നു. ആ അറ്റോൺമെൻറ്റിൽ നമ്മളുടെ ഓരോരുത്തരെയും എന്ത് ചെയ്തു, പാപം ഏറ്റു കളഞ്ഞിട്ട് നമ്മളെ എന്ത് ചെയ്തു, നീതീകരിച്ചു. അപ്പം ആ പാർട്ട് ഇത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. ഇവിടെ എന്തുണ്ടായിരുന്നു, പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു, കൺഫോമിറ്റി ടു ക്രൈസ്റ്റ് ആണ്. അതിൽ നമ്മളെ അഡോപ്റ്റ് ചെയ്തു. ഹോളിനെസ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് അതിൽ ഈ മൊത്തം പ്രോസസ്സ് എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് ആൻ എറ്റേണൽ ഗ്ലോറി ടു ദൈവത്തിന് മൊത്തത്തിൽ ഗ്ലോറി കൊടുക്കുകയാണ്. ഇത്ര സാധനങ്ങൾ ക്ലിയർ ആണല്ലോ, ആണേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്നുള്ള ടോപ്പിക്, ഇത് ഞാൻ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ബ്രഷപ്പ് പോലെയും പിന്നെ ഇതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ, ഈ ഒരു സാധനം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കുറച്ചും കൂടി ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടായില്ലേ. അപ്പോൾ ആ ഒരു സാധനത്തിനാണ് ഇതെടുത്തത്. ഇനി നമ്മൾ അഷ്വറൻസ് ഓഫ് സാൽവേഷനിലോട്ട്, ഇത് ക്ലിയർ ആണല്ലോ, ഓക്കെ ആണോ ലിനി ചേച്ചി? എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഞാൻ തുടക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇനിയാണ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞ എന്താണ്, തിരഞ്ഞെടുക്കപ്പെട്ട കോളിങ്, നമ്മളെ പ്രോസസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു, ഫസ്റ്റ് എലക്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നു, അത് കഴിഞ്ഞ് എന്തുണ്ടായിരുന്നു, നമുക്കൊരു കോളിംഗ് ഉണ്ടായിരുന്നു, ഒരു റീജനറേഷൻ ഉണ്ട്, പിന്നെ ഫെയ്ത്തിനാൽ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായി. അപ്പം തന്നെ നമ്മൾ വി ഷുഡ് ബി കൺവേർട്ടഡ്. അപ്പം ദൈവം നമ്മുടെ മണ്ടയ്ക്ക് എന്തെടുത്ത് വെച്ചു, പൊസിഷൻഡ് സാങ്ക്ടിഫിക്കേഷൻ വെച്ചു. ദ വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ എന്താണ്, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലാണ്. അത് പറഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ ഒരാൾ നമ്മളെ കമൻറ്റ് ഇട്ടെന്നതിൽ ഓർപ്പിച്ചു, ഈവൻ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിലും നമുക്ക് എന്തില്ല, ഒരു മെറിറ്റും ഇല്ല. അതും കൃപയാലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ദൈവം നടത്തുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട്, അവിടെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ സബ്മിഷനും ഒബീഡിയൻസും ഒക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം കർത്താവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബലപ്പെടുത്തുന്നത്. വൺ ഡേ ഗ്ലോറിഫിക്കേഷൻ വിൽ ഹാപ്പൻ. ഇതെല്ലാം ഈ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, ഒരു സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്താണ്, അഷ്വറൻസ് ഓഫ്
സാൽവേഷൻ. അതില്ലാതെ നമുക്ക് ഇതിൻ്റെ ഈ പഠിക്കുന്നതിൻ്റെ മൊത്തത്തിലെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് വേണം? അഷുറൻസ് ഓഫ് സാൽവേഷൻ വേണം. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴേ നമുക്ക് ഈ അഷുറൻസ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൃത്തിയല്ല. ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ ഓരോ സെക്കൻഡും ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, നിത്യതയെ പോകാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അപ്പോൾ എല്ലാം എനിക്ക് നോക്കാൻ ആരുണ്ട്? ഒരു ക്രിസ്തു ഉണ്ടെന്നും ഇതിൻ്റെ അകത്തിൽ എനിക്കൊരു റോളും ഇല്ലെന്നും ഫുള്ളും ചെയ്യുന്നത് ആരാ? ക്രിസ്തുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ബാങ്ക് ചെയ്യുമ്പം എൻ്റെ അഷുറൻസ് എന്താവും? ക്ലിയർ ആവും. അപ്പം അഷുറൻസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാല് തരത്തിലെ ആൾക്കാരുണ്ട് ഭൂമിയിൽ. എത്ര തരത്തിലുണ്ട്? 4 തരത്തിൽ കോമൺ ആയിട്ട് ആൾക്കാരുണ്ട്. ഒന്നെന്താണെന്നറിയാവോ? എന്താണ്? നോട്ട് സേവ്ഡ്. ഓഫ് കോഴ്സ് തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ എന്താണ്? സേവ്ഡ് അല്ലാത്ത ആളുകളാണ്. ഇതിൻ്റെ അകത്തിൽ 2 കാറ്റഗറി ഉണ്ട്. എന്താണ്? ഒന്ന് ചിലർക്ക് ഭയങ്കര ബോധമോ. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലർ മുഖത്ത് നോക്കി പറയും ഞാൻ നരകത്തിലെ പോത്തുള്ളടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാവൂ. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചിലർ വെരി അഡമൻ്റായിട്ട് അവർ പറയും കുഴപ്പമില്ല ഞാൻ നരകത്തിൽ പൊക്കോളാം. ബിക്കോസ് ഈ പ്രോസസ്സ് അറിയാവുന്ന ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ഫേമസ് കൊമേഡിയൻ ഉണ്ടായിരുന്നേ. പുള്ളി ഒരു ഏത്തിയസ്റ്റ് ആയിരുന്നു. പുള്ളി ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി നെവർ ബിലീവ്ഡ് ഇൻ ഗോഡ്. പുള്ളി മരിക്കാറായ സമയത്ത് പുള്ളിയുടെ കുറേ കൂട്ടുകാർ ഒരു ദിവസം റൂമിൽ കയറി വന്നപ്പോൾ പുള്ളി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. ലൈക്ക് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി വാസ് ആൻ ഏത്തിയസ്റ്റ് പ്ലസ് ഹി ഈസ് എ കൊമേഡിയൻ. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ട് ഇവർ ചോദിച്ചു നീ എന്നാ ബൈബിൾ വായിക്കുന്നത്? അപ്പോൾ പുള്ളി തമാശയ്ക്ക് പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞു ലുക്കിംഗ് ഫോർ ലൂപ്പ് ഹോൾസ് എന്ന്. അപ്പോൾ തമാശയ്ക്കാണെങ്കിലും പുള്ളി ഈസ് ലൈക്ക് ഗെറ്റിംഗ് റെഡി ടു മീറ്റ് ദ ക്രിയേറ്റർ. അപ്പം എന്തായാലും ഒരു ന്യായവിധി ഉണ്ട്. അപ്പോൾ ലൂപ്പ് ഹോൾസ് അപ്പോൾ ആണെന്ന് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ ഫാക്ട്. ചില ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായാലും ദേ ചൂസ് ലൈക്ക് അവർക്കറിയാം ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ട ആളല്ലെന്ന് പൂർണ്ണ ബോധമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ഇതിനെപ്പറ്റി ഒന്നും കെയർ അല്ല. ദേ ഡോണ്ട് നോ. അവർക്ക് തിരഞ്ഞെടുക്കുക സേവ്ഡ് അല്ലെന്ന് പോലും എന്തില്ല, അവർക്ക് അറിയത്തില്ല. രണ്ടാമതൊരാളുകളുണ്ട്. അവരാരാണ്? അവർ സേവ്ഡ് ആണ്, പക്ഷെ എന്താണ്? അവർ സേവ്ഡ് ആണ്, പക്ഷേ നോട്ട് എറ്റ് നോ. ഇവരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഇവർക്ക് പക്ഷേ ഇപ്പോഴും അറിയത്തില്ല ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പൗലോസിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനെ വിളിക്കുന്നത് വരെ പൗലോസ് ഹാഡ് നോ ക്ലൂ ദാറ്റ് ഹി വാസ് എമംഗ് ഈ പൗലോസ് നശിപ്പിക്കുന്ന സഭയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്ന് ഒരു ക്ലൂവും പൗലോസിന് എന്തായിരുന്നു? ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട്. എന്ത്? അവർ സേവ്ഡ് ആണ്, പക്ഷെ അവർക്ക് ഇപ്പോഴും എന്തില്ല, അറിയത്തില്ല അവർ സേവ്ഡ് ആണെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ദേ വിൽ ബി എ ടൈം. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു സമയമുണ്ട്. പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ ഒരുക്കിയ പോലെ ഇവർക്ക് ദൈവം ഒരുക്കിയ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യും? അവർ അറിയുകയും ആ കോളിനോട് റെസ്പോണ്ട് ചെയ്യുകയും അവരെന്ത് ചെയ്യും? ആ സാൽവേഷൻ്റെ പ്രോസസ്സിൽ വരികയും ചെയ്യും. ഇനി മൂന്നാമത്തെ ഒരാൾക്കാരുണ്ട്. അതാരാണ്? അതാണ് നമ്മൾ ആരാണ്? നമ്മൾ സേവ്ഡ് ആണ് ആൻഡ് വി നോ ഇറ്റ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നുള്ള ബോധ്യമുണ്ട്. സാൽവേഷൻ്റെ അഷുറൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കാരാണ് ആര്? മൂന്നാമത്തെ കാറ്റഗറിയിൽ. എന്തിനാണ് നമ്മൾ ഈ കാറ്റഗറി പെടേണ്ടതെന്ന് ചോദിച്ചാൽ ഷൈനി ചേച്ചി 1-2 വാക്യം വായിക്കണേ ചേച്ചി. 1 യോഹന്നാൻ 5:13 ഒന്ന് വായിച്ചേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ യോഹന്നാൻ ഇവിടെ പറയുക. യോഹന്നാൻ ആർക്ക് എഴുതുന്നേ? സഭയ്ക്ക്. സഭയോട് പറയുക ഞാനിത് നിങ്ങൾക്ക് എഴുതുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തറിയണം? അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യജീവൻ ഉണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്ക് എന്ത് വേണം? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യോഹന്നാൻ പറയുക ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു നോ. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് എന്ത് വേണം? എറ്റേണൽ ലൈഫ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള അറിവ് നമുക്ക് എവിടുന്ന് കിട്ടും? വെൻ യു ആർ സേവ്ഡ് ആൻഡ് യു നോ ദാറ്റ് യു ആർ സേവ്ഡ്, ഇറ്റ് ഗീവ്സ് യു ഒരു ഹോപ്പ്. എനിക്കെന്തുണ്ട്? എറ്റേണൽ ലൈഫ് ഉണ്ടെന്നുള്ള ഹോപ്പുണ്ട്.
രണ്ടാമത്തെ റോമർ 5:1-2 വായിച്ച്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് എന്തുണ്ട്? പീസ് വിത്ത് ഗോഡ്. അപ്പം ഞാൻ സേവ്ഡ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള ഒരാൾക്ക് എന്തുണ്ട്? ദൈവത്തോട് എപ്പോഴും സമാധാനം. അതില്ലാത്ത പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവത്തോട് ഒരിക്കലും സമാധാനം കാണത്തില്ല. അവർക്ക് ദൈവത്തോട് എപ്പോഴും പരാതികളായിരിക്കും. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, മറ്റ് പല പ്രശ്നങ്ങളായിരിക്കും. ഇഫ് യു ആർ ട്രൂലി സേവ്ഡ് ആൻഡ് യു നോ ദാറ്റ് യു ആർ സേവ്ഡ്, ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. ഇതാണ് യേശു കർത്താവ് പറഞ്ഞിട്ട് പോയത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്ന പോലെ അല്ല എന്ന്. വെൻ യു ട്രൂലി നോ ദാറ്റ് യു ആർ സേവ്ഡ്, എന്തുണ്ട്? സമാധാനമുണ്ട്. ഇനി നമ്മൾ ശരിക്കും സേവ്ഡ് ആണോ എന്ന് നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, അണ്ടിൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യാതെ ഇതാർക്കും എന്ത് ചെയ്യാത്തില്ല. എന്തൊക്കെ ഇപ്പം എനിക്കറിയാം, മേ ബി ബുദ്ധി കൊണ്ട് നമുക്കിത് ഈ പ്രോസസ്സിനെയൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. പക്ഷെ അത് വെറും ഇൻഫർമേഷൻ മാത്രമായിരിക്കും. ഇത് ഹൃദയത്തിൻ്റെ അകത്ത് ജീവനാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഇത് സംഭവിക്കത്തേയില്ല. അല്ലാത്ത പക്ഷം ഇതെന്തായിരിക്കും? വെറും ഇൻഫർമേഷൻ മാത്രമായിരിക്കും. ഇത് ജീവനാവുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചത്, ദ വെരി ഫസ്റ്റ് തിങ്, ഇഫ് യു ആർ ട്രൂലി സേവ്ഡ് യു ആക്സെപ്റ്റ് എന്ത്? യു ആർ എ സിന്നർ. ഇതാണ് ട്രൂലി സേവ്ഡ് ആയിട്ടുള്ള ഒരാളുടെ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? ഓരോ സെക്കൻഡിലും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള നിലവിളിയാണ് ദ വെരി ഫസ്റ്റ് സൈൻ ദാറ്റ് എന്ത്? യു ആർ സേവ്ഡ്. ഇതില്ലെങ്കിൽ നിങ്ങൾ നേരെ എവിടെ പോകുമെന്നറിയാവോ? മറ്റേ എലക്റ്റ് അല്ലാത്ത കാറ്റഗറിയിലോട്ട് പോകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, നമ്മൾ അതിലോട്ട് വരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാവോ? ഇതിൻ്റെ ഓപ്പോസിറ്റ്. അതായിരുന്നു പരീശന്മാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം. എന്തായിരുന്നു? സ്വയനീതി, സെൽഫ് റൈച്ചസ്നെസ്. ബിക്കോസ് നമ്മൾ പാപിയാണെന്ന് ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ നീതി എന്ത് ചെയ്യും? ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ആർ പാർട്ട് ഓഫ് ലൈക്ക് ഭൂമിയിലെ ചർച്ചിൻ്റെ ലൈക്ക് ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്. പക്ഷേ ഈച്ച് ആൻഡ് എവരി ഡേ അവരെന്ത് ചെയ്യും? അവർ നീതി ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, അവർ ചെയ്യുന്ന സംഭവങ്ങളിലെല്ലാം അവർ സ്വയം എന്ത് ചെയ്യുക? നീതിയെ ബിൽഡ് ചെയ്യുക. ഇഫ് യു ആർ ട്രൂലി സേവ്ഡ്, ഈ പ്രവൃത്തിയെല്ലാം നമ്മളിലുണ്ട്. ബിക്കോസ് നമ്മൾ കൺഫോമിറ്റി ടു ക്രൈസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്കെന്തില്ല? ഒരു മെറിറ്റും ഇല്ല. അപ്പോൾ തന്നെ യു ആക്സെപ്റ്റ് ദിസ് ഫാക്റ്റ്. എന്ത്? ഞാനൊരു പാപിയാണ് എന്ന് ആത്യന്തികമായ ഉള്ളിൽ തോന്നുന്ന ബോധം ഉണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം എന്നെ ഒരു സിസ്റ്റർ മെസ്സേജ് അയച്ചു. ദുബായിൽ ഉള്ളൊരു സിസ്റ്റർ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചാൽ. പുള്ളിക്കാരി പറയുക, നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരി ഒരു ദിവസം ഫുള്ള് കരച്ചിലായിരുന്നു. എന്താണെന്നറിയാവോ? തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലയോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നിട്ട് അവരുടെ പാസ്റ്ററെയൊക്കെ വിളിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു. ഐ മീൻ എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ബിക്കോസ് അവരുടെ ഹൃദയം അതിനോട് അത്രയ്ക്ക് വാഞ്ചിക്കുന്നെങ്കിൽ. പുള്ളിക്കാരി ആ പറഞ്ഞൊരു വാക്ക് ഞാൻ അന്നേരം സില്ലോട് പറയുകയും ചെയ്തു. പുള്ളിക്കാരി പറയുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് ഐ നെവർ ന്യൂ യു ഡിപ്പാർട്ട് ഫ്രം മീ എന്ന് പറയുമ്പോൾ ആം ഐ നോട്ട് വർത്തി എനഫ് എന്ന് പുള്ളിക്കാരി പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുക. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, അപ്പം ഞാൻ ഹൃദയത്തിൽ പറയുക, വെൽക്കം ടു ദ ക്ലബ് എന്ന് ഞാൻ പറയുമായിരുന്നു. യു നോ വാട്ട്, ഓരോ സെക്കൻഡിലും ഞാൻ വൃത്തിയല്ല എന്നുള്ള ബോധം നമ്മളെ ഭരിക്കുന്നിടത്താണ് നമ്മളുടെ സാൽവേഷൻ്റെ അഷ്വറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അറ്റ് ദ സെയിം ടൈം ആ ബോധം നമ്മളെ കൊണ്ട് നിർത്തുന്നത് എവിടാ? ഞാനൊരു പാപി, എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ളിടത്തല്ല. ഞാനൊരു പാപിയാണെന്നും എനിക്ക് പക്ഷേ എന്തുണ്ടെന്നും ക്രൂശിൽ എന്നെ നേടിയൊരു ക്രിസ്തു ഉണ്ടെന്നും എൻ്റെ സകലവും അവിടെ ഇറ്റ് ഈസ് ഡൺ അല്ലേ, ടെറ്റലസ്റ്റായി എല്ലാം എനിക്ക് വേണ്ടി അവിടെ നിവർത്തിച്ചൊരു കർത്താവ് ഉണ്ടെന്നും ഓൾ ഐ ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ആ ക്രൂശിൻ്റെ മറയിൽ പോയി നിൽക്കുക എന്നതാണെന്നും എന്ന തോട്ട് കൊണ്ടുവരുന്നതാണ് എന്ത്? ഞാനൊരു പാപിയാണ് ചിന്തിക്കുന്നത്. ഇപ്പം എനിക്ക് പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഇച്ചിരി പ്രായമുള്ള ആളാണ്. അപ്പോൾ പുള്ളി അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ ആരെങ്കിലും മിണ്ടിയില്ല അവരതൊരു പ്രശ്നമായിട്ട് വെക്കും. അത് ഏത് കാലത്ത് വെക്കുമെന്നറിയാമോ? ഇപ്പം നമ്മൾ അപ്പച്ചാൽ മറ്റേ ആ പുള്ളിയോട് എന്താ വെച്ചാൽ മിണ്ടാത്തം ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് മറ്റേ 86 ഇന്നാടെ കല്യാണത്തിന് പോയപ്പം ചിരിച്ച് കാണിച്ചില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഓർത്തിരിക്കുന്നത് തന്നെ പാടായത്. 80 വർഷം മുമ്പത്തെ കാര്യമൊക്കെയാണ് ഇവരുടെ പ്രശ്നം. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പുള്ളി ഉപദേശിക്കും, നമ്മളങ്ങനെ ചെയ്യില്ല, നമ്മൾ ദൈവമക്കളാണ്, എന്ത് ചെയ്യണം, നമ്മളങ്ങ് ക്ഷമിക്കണം. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം ഇപ്പോൾ രാജിവെച്ചാൽ എന്നോട് എന്തെങ്കിലും ചെയ്താലും പിറ്റേ ദിവസം ഞാൻ മനഃപൂർവ്വം രാജിവെച്ചനോടൊന്ന് മിണ്ടാൻ വയ്ക്കാൻ ശ്രമിക്കും. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഞാൻ എൻ്റെ ഒരു നീതി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുക. മറ്റേ പുള്ളി എന്താണ് മനസ്സിൽ പക വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പകയെ ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് മനഃപൂർവ്വം ഒരു നീതിയായിട്ട് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്നിലും ആ തോട്ടുണ്ട്, രാജിവെച്ചാൻ എന്നോട് ചെയ്തത് മോശമാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ ബോധത്തിൽ നിന്നാണ് ഞാൻ ഈ എക്സ്ട്രാ എന്ത് ചെയ്യുന്നത്, നന്മമരം കളിക്കുന്നത്. മറ്റേ പുള്ളി എന്നെക്കാട്ടിലൊരു പാവം മനുഷ്യനായതുകൊണ്ട് ഡയറക്റ്റ് അതൊക്കെ കാണിച്ചെന്നേ ഉള്ളൂ. പുള്ളിയെക്കാട്ടിലും പറഞ്ഞു വരുമ്പോൾ ഏറ്റവും വലിയ കൊടൂര ഭാവി ഞാനാണല്ലോ എന്ന് പിന്നെ ഞാൻ. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള തിയോളജിയൊക്കെ അറിയാം, പക്ഷേ ഇച്ഛിക്കാത്ത അതാണ് നമ്മൾ ഈ ഫ്ലഷ്. ഇത് റിയലൈസ് ചെയ്യുമ്പം യു കം ടു ദിസ് പോയിൻ്റ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇത് റിയലൈസ് ചെയ്തപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ അശുദ്ധിയുള്ള അതരങ്ങളോട് കൂടിയ മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, പത്രോസിൻ്റെ അടുത്ത് സാക്ഷാൽ ദൈവപുത്രം വന്നിട്ട് ഒരു രാത്രി മൊത്തം എന്ത് ചെയ്യുക, മീൻ പിടിക്കുക, ഒന്നും കിട്ടിയില്ല. യേശു കർത്താവ് പറഞ്ഞു എന്ത് ചെയ്യാൻ, വലയിറക്കാൻ പറഞ്ഞു. യേശു കർത്താവിൻ്റെ വാക്കിൽ വല നിറയെ മീൻ കിട്ടി അല്ലേ. ഞാനായിരുന്നു എന്തായിരിക്കും ചെയ്യുന്നത്? ഞാനാണെങ്കിൽ യേശു കർത്താവിനെ എൻ്റെ വീട്ടിൽ വാ ഇതൊക്കെ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒന്നും ഒരു നന്ദി പറയല്ലേ. ദൈവമാണെന്ന് റിയലൈസ് ചെയ്ത മൊമെൻറ്റ് പത്രോസ് പറയുക, നീ എന്നെ വിട്ടു പോന്ന് പറയുക. അതാണ് ഈ മൊമെൻറ്റ്. ദ മൊമെൻറ്റ് കർത്താവിൻ്റെ പ്രസൻസ് അറിഞ്ഞോ, അവിടെ നമ്മൾ തകരുക, നമ്മൾ വി ആർ നോട്ട് വർത്തി എന്ന് മനസ്സിലാക്കുക. അയ്യോ നീ എന്നെ ഒന്ന് വിട്ടു പോന്ന് പറയുന്ന മൊമെൻ്റാണ് ഈ സാധനം. ഈ സാധനം നമ്മുടെ ലൈഫിൽ എപ്പോൾ ഉണ്ടാകുന്നോ ഉറപ്പിച്ചോ, ഇപ്പോൾ കാഹളം ധ്വനിച്ച യു വിൽ ബി ദ വെരി ഫസ്റ്റ് പേഴ്സൺ എടുക്കപ്പെടുന്നത്. അപ്പോൾ നോക്കി, നമ്മൾ പാപിയാണെന്ന് വെറുതെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തിയോളജി ഇൻഫർമേഷനായിട്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഞാനൊരു പാപിയാകട്ടോ എന്ന് പറയുന്നതിനകത്തിലല്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്ന, ദൈവമേ തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ലല്ലോ. ആ തകർച്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാവുമ്പം ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ എത്ര നല്ലവനാവാൻ ശ്രമിച്ചാലും എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നും, ഞാൻ ആബ്സല്യൂട്ട്ലി പാപിയാണെന്നും, ക്രൂശിൻ്റെ മറവിലെ നീതി മാത്രമേ എനിക്ക് ആശ്രയമുള്ളെന്നും റിയലൈസ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ വരും. ഞാനൊരു പാപിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ വരും. അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനി നിങ്ങൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നിങ്ങളുടെ വിളിയോട് റെസ്പോണ്ട് ചെയ്തു. നിങ്ങൾ വിശ്വാസത്താൽ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. ആ മൊമെൻറ്റിൽ എന്ത് സംഭവിച്ചു? കൺവേർഷൻ സംഭവിച്ചു. പിറ്റേ ദിവസം തൊട്ട് നിങ്ങളുടെ സംഭവം, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? നിങ്ങൾ തേഴ്സ്റ്റ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് നമ്മുടെ ദാഹം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സേവ്ഡ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ സേവ്ഡ് നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. സേവ്ഡ് ആയ ഒരാളുടെ ഇതിപ്പോൾ ക്രൈസ്റ്റ് ആണെന്ന് വിചാരിക്കുക അല്ലേ. സേവ്ഡ് ആയ ഒരാളുടെ ഓരോ ആക്ഷൻസും എന്തായിരിക്കും കാണിക്കുന്നത്? ഓരോ ആക്ഷൻസും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ജേക്കബ് അച്ഛൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ അച്ഛൻ്റെ അതിര്, നമ്മുടെ ഇവിടെ അതിരങ്ങനെ വലിയ പ്രശ്നമില്ല, എന്നാലും നാട്ടിലെ ഒരു കോൺസെപ്റ്റ് അതിരങ്ങ് മാന്തി എന്ന് വിചാരിക്കുക. അച്ഛൻ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? അച്ഛൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും ആ സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതായിരിക്കണം അച്ഛൻ ആദ്യം ചിന്തിക്കേണ്ടത്. യു ബീങ് എ ട്രൂലി സേവ്ഡ് മാൻ, നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ എയിം എങ്ങോട്ടാണ്? പക്ഷെ അച്ഛൻ എന്തൊക്കെ ചെയ്താലും ക്രിസ്തുവിനെ പോലെ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ ബോഡി പോലും കൊള്ളത്തില്ലായിരിക്കും. അച്ഛൻ ചെയ്യുന്നത് ബോഡിൻ്റെ അപ്പുറത്തൂടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ദൈവം നോക്കുന്നത് അച്ഛൻ ചെയ്തതിൻ്റെ പെർഫെക്ഷൻ അല്ല, ദൈവം നോക്കുന്നത് അച്ഛൻ എങ്ങോട്ടായി എയിം ചെയ്തതെന്നുള്ളതാണ്. ബിക്കോസ് ഫ്ലഷിലിരിക്കുന്ന എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് എന്നിലിത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇവിടെ എയിം ചെയ്ത് 10 പ്രാവശ്യം ആകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഇവിടെ കൊണ്ടേക്കും, 20 പ്രാവശ്യം ആകുമ്പോൾ അച്ഛൻ്റെ ഇവിടെ കൊണ്ടേക്കും. പക്ഷേ ഇതിൻ്റെ അടുത്തോട്ടൊന്നും ഇത് ഒരു കാലത്തും വരത്തില്ല. പക്ഷേ ഇഫ് യു ആർ ട്രൂലി സേവ്ഡ്, നിങ്ങളുടെ എയിം എപ്പോഴും എങ്ങോട്ടായിരിക്കും? ക്രിസ്തുവിനോടായിരിക്കും നമ്മുടെ എന്ത് ദാഹം. അതിപ്പോൾ എന്ത് ചെയ്താലും ക്രിസ്തുവാണോ നമ്മുടെ പ്രയോറിറ്റി, നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ട്രൂലി സേവ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായിരിക്കും? എപ്പോഴും ക്രിസ്തു ആയിരിക്കും ടാർഗറ്റ്. അത് എന്ത് ലൈഫിലെ ഏത് കാര്യത്തിലും, കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മളുടെ ജോലി സംബന്ധമായ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ടാർഗറ്റ് എവിടെ ആയിരിക്കും? ക്രിസ്തു ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം, നമ്മളിപ്പോൾ ഒരു ചർച്ച് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും? ക്രിസ്തു ആണോ അവിടുത്തെ ഹെഡെന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഒരുപാട് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലരും, ഞാൻ ആരെയും അങ്ങനെ വിധിക്കുകയല്ല കേട്ടോ, പക്ഷേ പലരും ചർച്ചൊക്കെ ചൂസ് ചെയ്യുമ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടുത്തുള്ള ചർച്ചില്ല ഞങ്ങൾ പോകുന്നത്. ബിക്കോസ് അവരുടെ പ്രയോറിറ്റി എന്താണ്? ഇറ്റ്സ് നോട്ട് ക്രൈസ്റ്റ്. ട്രാവൽ ചെയ്ത് അടുത്ത് പോകാനുള്ള സ്ഥലം എവിടെയാണോ അതാണെന്ത്
പ്രയോറിറ്റി. ഇഫ് യു ആർ ട്രൂലി സേവ്ഡ്, കർത്താവിൻ്റെ വചനത്തോട് നമുക്ക് എന്തുണ്ടായിരിക്കും? ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദാഹം ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ നോക്കിക്കേ, മിനിയാൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ ആ ദാഹമുണ്ട്. അത് എന്താണെന്ന് അറിയാനുള്ള എന്തുണ്ട്. നമ്മൾ ഇഫ് യു ആർ ട്രൂലി സേവ്ഡ് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഈ സാധനം ക്രിസ്തുവിൻ്റെ സത്യത്തോട് എന്തുണ്ടായിരിക്കും? നമുക്ക് എപ്പോഴും ഒരു എക്സാക്ട്ലി നമുക്ക് എന്തുണ്ടായി നമ്മളറിയാം. അത് നമ്മൾ ഇനിഷ്യേറ്റ് ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഉള്ളിൽ അങ്ങനെ. എനിക്ക് സത്യം പറയാൻ, ഞാൻ എപ്പോഴും എൻ്റെ ഒരു വെരി ഗുഡ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ പുള്ളിയെ വിളിക്കുമ്പോൾ ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറയും, ഈ ട്രൂലി എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പം തന്നെ നമ്മളിങ്ങനെ ചാർജ് ആവുക എന്നൊക്കെ പറയത്തില്ലേ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളോട് നമ്മൾ ഒരു വാക്ക് സംസാരിക്കുമ്പം നമുക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യും. അതാണ് ക്രിസ്തുവിലുള്ള എന്താ പറയുക, കൃപയുടെ കൂട്ടവകാശി എന്നൊക്കെ പറയത്തില്ലേ. ട്രൂലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞൊരു സൂപ്പർ നാച്ചുറൽ സാധനത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് അവരുടെ ആ ബിഹേവിയറിൽ എന്തുണ്ടായിരിക്കും? ക്രിസ്തു ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കിലും എന്തുണ്ടായിരിക്കും? ക്രിസ്തു ഉണ്ടായിരിക്കും. ഈ ക്രിസ്തു ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റേ ഈ പണ്ടത്തെ ജീസസ് ആൽബത്തിൽ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ബേസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്രിസ്തു ആയിരിക്കും. അപ്പോൾ നോക്കി, ഇഫ് യു ആർ ട്രൂലി സേവ്ഡ്, നമുക്ക് എങ്ങനെ അറിയാം ഞാനൊരു പാപിയാണെന്നുള്ള ബോധം എന്തുണ്ടോ എന്നിലുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. എന്ത് സാധനം വരുമ്പോഴും ദ വെരി ഫസ്റ്റ് തിങ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനുണ്ടോ? ഇപ്പോൾ സനോയി എന്നോട് പറയാം, നിജു ഇന്ന കാര്യം ചെയ്തത് മോശമായിപ്പോയി. അപ്പോൾ എനിക്ക് മേ ബി 10 പോയിൻ്റ് കാണും തിരിച്ച് പറയാൻ. ഞാനത് അന്നേരം അങ്ങനെ നിന്നതുകൊണ്ടാണ് സനോയി ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞാൻ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ എന്താണ്? പാപിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വേണമെങ്കിൽ എനിക്ക് 10 പോയിൻ്റ് പറയാം, പക്ഷേ 11ാമത്തെ പോയിൻ്റ് ഞാൻ എന്താണ്? പാപിയാണ്. ആ ബോധമുള്ളവൻ ഈ 10 പോയിൻ്റ് എന്ത് ചെയ്യാൻ പോകത്തില്ല, പറയാൻ പോകത്തില്ല. ബിക്കോസ് ദർ ഇസ് നോ പോയിൻ്റ്. ആ 10 പോയിൻ്റ് പറഞ്ഞാലും ഇവഞ്ച്വലി ഞാൻ എവിടെ ലാൻഡ് ചെയ്യുന്നത്? പാപിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാപിയാണെന്ന് റിയലൈസ് ചെയ്യുക. ആ റിയലൈസേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ നീതീകരിക്കപ്പെടുന്നവർക്ക് പിറ്റേ ദിവസം തൊട്ട് എന്താണുള്ളത്? കൺഫോമിറ്റി ടു ക്രൈസ്റ്റ് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? വാഞ്ചിക്കുന്നത്. അവരുടെ ദാഹം ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാൻ പറയുന്ന കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? എന്തുകൊണ്ടറിയാം? എക്സാക്ട്ലി. അവരെ എന്തുകൊണ്ടറിയാം? ഫ്രൂട്ട്സ് കൊണ്ട് അറിയാം. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ ട്രൂലി എലക്റ്റഡ് ആണ്, ഇപ്പോൾ കർത്താവ് വന്നാൽ ഇപ്പോൾ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇവിടെ ഇതില്ലെങ്കിൽ എന്താണ്? ഇതെല്ലാം വെറും ഇൻഫർമേഷനായിട്ട് തലേ പ്രോസസ്സ് ചെയ്തിട്ടേ ഉള്ളൂ. ട്രൂലി എലക്റ്റഡ് ആണ്, അഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ എന്തുണ്ടായിക്കൊണ്ടിരിക്കും? നമ്മളിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. മത്തായി 7:16 ഒന്ന് വായിച്ചു ചേച്ചി. മത്തായി 7:16. നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞീറുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നോക്കിക്കേ, അത് മതി. ഇത് ആര് പറയുന്ന വാക്കാ? സാക്ഷാൽ യേശു കർത്താവ് പറയുക. ഇത് കള്ളപ്രവാചകന്മാരെ പറ്റിയിട്ടാണ് മേളിൽ പറഞ്ഞു വരുന്നത്. അവരെ എങ്ങനെ അറിയാം? അവരുടെ ഫലങ്ങളാൽ അറിയാം. അപ്പം നമ്മൾ ട്രൂലി സേവ്ഡ് ആണെന്ന് പറയുന്ന ഒരാളെ എന്ത് നോക്കിയാൽ അറിയാം? ഫലം നോക്കിയാൽ അറിയാം. അപ്പം നമ്മൾ മറ്റാരെയും നോക്കണ്ട. ഞാൻ ഷൈനി ചേച്ചിയുടെ ഫലം നോക്കണ്ട. കാരണം പത്രോസ് പറയുന്നത് എന്താ? നിങ്ങൾ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഞാൻ ഉറപ്പ് വരുത്തിയാൽ മതി. ഞാൻ മറ്റാരുടെയും വിളി എന്ത് ചെയ്യണ്ട? ഉറപ്പ് വരുത്തണ്ട. ഇപ്പം തമ്പിയങ്കിൾ ഫലം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഞാനല്ല നോക്കേണ്ടത്. അത് ആരുടെ പണിയാണ്? തമ്പിയങ്കിളാണ് നോക്കേണ്ടത്. ഞാൻ ആമായി പ്രൊഡ്യൂസിങ് ഫ്രൂട്ട്. ദൈവം നോക്കൂ അത്. ഓഫ് കോഴ്സ് കർത്താവ് അത്തിയെടുത്ത് വന്നിട്ട് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞിട്ട് പോലും സീസണിൽ മാത്രം ഫലം കഴിക്കുന്ന പരിപാടി അല്ലിത്. ഇഫ് യു ആർ ട്രൂലി സേവ്ഡ് റിഗാർഡ്ലെസ് ഓഫ് സീസൺ എന്തുണ്ട്? ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നോക്കിക്കേ, നമ്മൾ ട്രൂലി എലക്റ്റഡ് ആണോ, നമ്മൾ മറ്റൊരാളെ എലക്റ്റഡ് ആണോ എന്നുള്ള ഈ പാരാമീറ്റർ വെച്ച് നമ്മൾ നോക്കണ്ട. നമ്മൾ ട്രൂലി എലക്റ്റഡ് ആണോ എന്ന് അറിയുന്നത്, നമ്മൾ ഉറപ്പിക്കുന്നത്, ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള നിലവിളിയിൽ നിന്ന്. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം പത്രോസിനെ പോലെ നീ എന്നെ വിട്ടങ്ങ് ഞാൻ ഐ എം നോട്ട് വർത്തി എന്ന് മനസ്സിലാക്കുന്ന ആ പോയിന്റിലാണ്. ആ പോയിന്റിൽ മാത്രമേ ക്രൂശിൻ്റെ താഴെ പോയി നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ പോയിന്റിൽ മാത്രമേ ആ ക്രൂശിൻ്റെ മഹത്വം മനസ്സിലാക്കി ക്രിസ്തുവിനോടുള്ള ദാഹം നമ്മളിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഉളവാകത്തുള്ളൂ. ആ മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഞാൻ ഇവിടുന്നേ ഇവിടെ വരത്തുള്ളൂ, ക്രൂശി വരത്തുള്ളൂ. ക്രൂശി വന്നെങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശി മരിക്കുകയും
ക്രിസ്തു ഉയർത്തപ്പോൾ എന്നെ ഉയർപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ആകയാൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയാകുന്നു. അപ്പോൾ ഇനി എന്നിൽ കായ്ക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ ബലമാണ് എന്ത് ചെയ്യേണ്ടത്? എന്നിൽ കായ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആരും നമ്മളെ അയ്യോ ഞാൻ ക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ ഇല്ലെന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ എങ്ങോട്ടാണ് എയിം ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യമാണ് എന്ത് പ്രാധാന്യം. നമ്മൾ ക്രിസ്തുവിനെ നോക്കിയാണോ എയിം ചെയ്യുന്നതെന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം നോക്കി 3 കാറ്റഗറി നമ്മൾ കണ്ടല്ലേ. ഒന്ന്, അവർ സേവ്ഡ് അല്ല. ചിലർക്കറിയാം ഞാൻ സേവ്ഡ് അല്ലെന്ന്, ചിലർ ദേ ഡോണ്ട് കെയർ, അവർക്ക് അറിയത്തില്ല. ചില ആളുകൾ സേവ്ഡ് ആണ്, പക്ഷേ നോട്ട് എറ്റ് ദേ നോ, അവരുടെ ടൈം ദൈവം വെച്ചിട്ടുണ്ട്, അവരെന്ത് ചെയ്യും അറിയും. മൂന്നാമത്തെ ആളുകൾ എന്താണ്? സേവ്ഡ് ആണ് ആൻഡ് ദേ നോ ഇറ്റ്. ഹൗ ഡു ദേ നോ ഇറ്റ്? ദീസ് ആർ ദ പാരാമീറ്റേഴ്സ്. ഇതിനെക്കാട്ടിലും 100 എണ്ണം മേ ബി ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള ദൈവമായിട്ടുള്ള എൻകൗണ്ടറിൽ അവർക്ക് ഫൈൻഡ് ചെയ്യാമായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇത് നോക്കിയാൽ നമ്മളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ഞാൻ എന്താണോ ട്രൂലി എലക്റ്റഡ് ആണോന്ന്. അപ്പം ഇത്രയും ക്ലിയർ ആണോ? ആണേ. അപ്പം ഇനിയും 4ാമത്തെ ഒരു പാർട്ടിയും കൂടെ ഉണ്ട്. അതാണ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വൺ. യാ, അതെന്താണ്? നോട്ട് സേവ്ഡ്, പക്ഷേ അവരെന്ത് ചെയ്യും? പക്ഷെ അവർ വിചാരിക്കും സേവ്ഡ് ആണെന്ന്. ഇതാണ് ഈ പറഞ്ഞതിലെ ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വൺ. അവർ സേവ്ഡ് അല്ല, പക്ഷെ അവർ സ്വയം വിചാരിക്കുന്നത് എന്താണ്? അവർ സേവ്ഡ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഇവരെ പറ്റിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഒടുക്കത്തെ നാളിൽ എന്തു പറയും? കർത്താവേ ഇവർ, ഞാൻ ആ വാക്യത്തിലോട്ട് വരും, കർത്താവേ എന്നുള്ള വാക്യത്തിലോട്ട് ഞാൻ വരും. അതിനു മുമ്പ് ഹൗ ഡു യു നോ ലൈക്ക് യു ആർ നോട്ട് സേവ്ഡ് ആൻഡ് ഈ ഫേക്ക് അഷ്വറൻസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന്? ഹൗ ഡു യു നോ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ അകത്തിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഒന്നാമത്തെ അവിടുത്തെ എന്തായിരുന്നു? യു അക്സെപ്റ്റ് ദാറ്റ് യു ആർ എ സിന്നർ. ഇവർ ദേ നെവർ അക്സെപ്റ്റ് ദാറ്റ് ദേ ആർ എ സിന്നർ. അവരെപ്പോഴും അവരുടെ നീതിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ മറ്റേത് ചെയ്തു, അവനെക്കാട്ടിലും ബെറ്റർ ഞാനാണ്. ബിക്കോസ് അവരെപ്പോഴും അവനെ വെച്ചിട്ട് എപ്പോഴും നമ്മളുടെ താഴെ പോകുമ്പോൾ നമ്മൾ മുകളിലാവുമല്ലോ. ഇപ്പോൾ എന്നെക്കാട്ടിൽ ഇച്ചിരി മോശമാണ് സനോയെങ്കിൽ ഞാൻ സനോയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഗ്രാഫ് ഇച്ചിരി പൊങ്ങും. അപ്പോൾ ദേ ഓൾവേസ് ട്രൈ ടു സംഹൗ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇവരെ പറ്റിയാണ് കർത്താവ് പരീശന്മാരെ പറ്റി കർത്താവ് മോശമായി സംസാരിച്ച പോലെ എന്തൊരു ലാംഗ്വേജൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പരീശന്മാർ അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയുക, പരീശന്മാർ പറയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പക്ഷെ അവരെ പോലെ എന്ത് ചെയ്യരുത്, ആകരുത്. ഇവരുടെ സെയിം സാധനമാണ്. ഇവർ വിചാരിക്കുന്ന ഇവർ സേവഡ്, ഇവർ ദൈവവചനം ഒക്കെയാണ് പറയുന്നത്. അവർ പറയുന്ന ദൈവവചനത്തിന് എന്തില്ല, കുഴപ്പമൊന്നുമില്ല, അത് കേൾക്കണം. പക്ഷേ അവരെ പോലെ എന്ത് ചെയ്യരുത്. പരീശന്മാർ ദേ വേർ ലൈക്ക് അവരവരുടെ നീതിയിൽ അവരങ്ങ് പൊങ്ങിയിട്ട് ആ നീതിയെ പൊക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്തു. അവർ മറ്റേ ദൈവത്തിന് പഴയ നിയമത്തിൽ എന്തുണ്ടായിരുന്നു? 10% കൊടുക്കണം. അവർ ജീരകം വാങ്ങിക്കുമ്പം പോലും എന്ത് ചെയ്യുക, 9 എണ്ണം എന്നിട്ട് 10ാമത്തെ എന്ത് ചെയ്യും, മാറ്റി വെക്കും. അവർ ചതകൊപ്പ് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യുക, നീതി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ നീതിയെ വെല്ലാൻ വേറെ ഇല്ല. അവർ കിട്ടുന്ന സാലറിയുടെ കറക്റ്റ് 10% എന്ത് ചെയ്യും, കറക്റ്റ് 10% എഴുതി വെച്ച് മാറ്റി വെക്കും, എല്ലാം ചെയ്യും. പക്ഷേ അവർ ജീവിക്കുന്ന അവരുടെ നീതിയില്ല. ആസ് ലോങ് ആസ് യു ലീവ് ഇൻ യുവർ ആ നീതിയിൽ ജീവിക്കുമ്പം കർത്താവിൻ്റെ നീതിയുടെ മറവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിക്കേ, അവർക്കൊന്നും ദേ നെവർ അക്സെപ്റ്റ് ദാറ്റ് ഞാനൊരു സിന്നറാണെന്നും എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയത്തില്ലെന്നും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണെന്നുള്ള നിലവിളി അവരിൽ ഉണ്ടാവത്തില്ല. 2, അവരുടെ തേഴ്സ്റ്റ് എന്തല്ല, ക്രിസ്തുവിനോടല്ല എന്ത് അവരുടെ തേഴ്സ്റ്റ്. മെനി ഓർഗനൈസേഷൻ, ഞാൻ ചർച്ചെന്ന് കഴിഞ്ഞ ആഴ്ച തമ്പിയങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ കെയർ അബൌട്ട് എവറിതിങ്, ബട്ട് ക്രൈസ്റ്റ് മാത്രമില്ല. അവിടെ നല്ല എന്നാ പറയേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, നല്ല ബിൽഡിങ് വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ദേ കെയർ അബൌട്ട് എവറിതിങ്. അവിടെ നല്ല പാട്ട്, അവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ്സ്, ആ സെറ്റപ്പിനെ പറ്റിയിട്ട് ദേ ആർ ലൈക്ക് സോ സെലസ്. അവർ ഭയങ്കര സെലസാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർ പറയുന്ന റീസൺ എന്താണ്? ഞങ്ങൾ ദൈവമക്കൾ വരുന്നിടത്ത് നന്നായിട്ടിരിക്കണം, ഇതൊക്കെയാണ് അവരുടെ സെലസ്. പക്ഷേ ക്രിസ്തുവിനെ പറ്റിയിട്ട് അവർക്ക് എന്തില്ല, ദൈവത്തെ പറ്റിയിട്ടോ ദൈവം പഠിപ്പിച്ച നീതിയെ പറ്റിയിട്ടോ കർത്താവിൻ്റെ ഉപദേശങ്ങളെ പറ്റിയിട്ടോ നിങ്ങളുടെ ഹൃദയം എരിയുന്നില്ലെങ്കിൽ, യേശു കർത്താവ് ചാട്ട ഉണ്ടാക്കിയത് എപ്പോഴാണ്?
പാപിനിയായിട്ട് വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ യേശു കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു കർത്താവ് ആ പാപിനിയായ സ്ത്രീയെ ആണോ ദേഷ്യപ്പെട്ടത്? ആണോ? യേശു കർത്താവിൻ്റെ അടുത്ത് എത്ര പാപികൾ വന്നു. യേശു കർത്താവിൻ്റെ അടുത്ത് ഭൂമിയിൽ നോക്കിയാൽ ദേ ആർ ലൈക്ക് ഒരു വർത്തും ഇല്ലാത്ത ആളുകൾ യേശു കർത്താവിൻ്റെ അടുത്ത് വന്നു. യേശു കർത്താവ് ഒരൊറ്റ ഒരെണ്ണത്തോട് മോശമായിട്ട് സംസാരിച്ചോ? പക്ഷേ യേശു കർത്താവ് ആലയത്തിൽ പോയപ്പോൾ യേശു കർത്താവ് പറയുന്നത്, അവരന്നേരം പ്രവാചക പുസ്തകത്തിലെ ഓർക്കുക, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് തിന്നു കളയുന്നു. ഇഫ് യു ആർ ട്രൂലി എലക്റ്റഡ്, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എരിയുന്നത് പോലെ ഇവിടെ നിങ്ങൾ എരിയുന്നത് ക്രിസ്തുവിനായിരിക്കത്തില്ല. യു തേഴ്സ്റ്റ് ഫോർ ഓൾ അതർ തിങ്സ് ബട്ട് നോട്ട് ക്രൈസ്റ്റ്. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് എരിവ് കാണും. നിങ്ങൾക്ക് പ്രോഗ്രാംസ് നടത്താൻ എരിവ് കാണും, നിങ്ങൾക്ക് ഓർഗനൈസേഷൻ കൊണ്ടുപോകാൻ കാണും. ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ യു വാണ്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ യു ബി ദ ബെസ്റ്റ് വൺ. പക്ഷേ ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. ഓഫ് കോഴ്സ് അവരിൽ എന്തില്ല? അവരിൽ ഫ്രൂട്ടില്ല. എന്തു ഫ്രൂട്ടില്ല? അവരിൽ എന്തു ഫ്രൂട്ടില്ല? അവർക്ക് ക്രൈസ്റ്റിൽ നിന്ന് ജനറേറ്റ് ആവുന്ന എന്തില്ല? ഫ്രൂട്ടില്ല. ചിലപ്പം കാഴ്ചയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് കാണും? കാഴ്ചയിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ ദിവസവും ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആസ് ലോങ് ആസ് ഇത് ക്രിസ്തുവിൽ നിന്ന് ജനറേറ്റഡ് ആകുന്നതല്ലെങ്കിൽ ദാറ്റ് വോണ്ട് ബി കൗണ്ടഡ് ആസ് ക്രൈസ്റ്റിൽ നിന്നുണ്ടാകുന്നതാണെന്ന്. ബിക്കോസ് ക്രൈസ്റ്റിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട് എപ്പോഴും നിങ്ങളെ ഹ്യൂമിലിറ്റിയിലേക്ക് കൊണ്ട് നിർത്തത്തുള്ളൂ. മറ്റേ അവിടെ അപ്പുറത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നീതിയായിട്ട് മാറും. ഇവഞ്ച്വലി ദാറ്റ് ബിക്കംസ് യുവർ പ്രൈഡ്. ആൻഡ് ആസ് ലോങ് ആസ് യു ഹാവ് പ്രൈഡ്, ലൂസിഫറിന് പറ്റിയ സെയിം സാധനത്തിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചു ചെന്നിട്ട് ലാൻഡ് ചെയ്യും. ശരിക്കും ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നപ്പോഴേ ഈ ഓൾട്ടർ കോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ഭാഗമായിരുന്നു ഉണ്ടല്ലോ. മനസ്സിലായി. ദൈവശക്തമായിട്ട് ഉപയോഗിച്ച എല്ലാ ദൈവദാസന്മാരും ആ ഒരു ഓൾട്ടർ കോളിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളൊരു ഭാവിയാണ്, നിങ്ങൾ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ നമ്മളെടുത്താൽ ഇപ്പോഴത്തെ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന കൂട്ടങ്ങളിലും ഉണ്ട് ഈ ആ ഒരു പാപബോധം. അതായത് വേറൊരു ടീച്ചിങ് ആണ്. അതായത് നിങ്ങൾ പാപിയാണെന്ന് പറയാൻ പോലും മടിക്കുന്ന, അത് ഫോക്കസേ അല്ല. നമ്മുടെ വിശുദ്ധ ജീവിതം ഒരു ഫോക്കസേ അല്ല. മറ്റു പലതാ ഫോക്കസ്. നമ്മുടെ ഈ ലോകത്തിലെ ഉണ്ടല്ലോ നന്മ വരുന്ന വശങ്ങളും ഈ ഓൾട്ടർ കോളിനെ പറ്റി പറയുമ്പം ഈ മാസ് ഇവാഞ്ചലൈസേഷൻ സംഭവിക്കാൻ തുടങ്ങിയല്ലോ. അതായത് യു എസിൻ്റെ കയ്യിൽ ഈ പൈസ എല്ലാം കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങി. യു എസിൻ്റെ കയ്യിൽ പൈസയും പവറൂടെ വന്നപ്പം ഇവഞ്ച്വലി തിയോളജി ആരുടെ കൈ വന്നു? യു എസിൻ്റെ വന്നു. അങ്ങനെയാണ് ഈ വെസ്റ്റേൺ തിയോളജിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആവുന്നത്. ഈ ഓറിയൻ്റൽ തിയോളജി ആയിരുന്നു ആദ്യം സ്ട്രോങ്. ഓറിയൻ്റൽ തിയോളജി ആയിരുന്നു സ്ട്രോങ്. ഈ അമേരിക്കയുടെ കൈ പൈസയും പവറും വന്നപ്പോഴാണ് വെസ്റ്റേൺ തിയോളജി എന്താവാൻ തുടങ്ങി. അപ്പോൾ ഇവർ മാസ് ഇവാഞ്ചലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് നമുക്കറിയാം എന്തോരം പേര് വലിയ 5000-വും 10,000 പേരുടെ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയേണ്ടത്, ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ട് മറ്റേ ഒരു ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് വരും. എനിക്ക് മനസ്സിലാച്ചാൻ പറഞ്ഞത്, കുറേ ആളുകൾ ഫ്രണ്ടിലോട്ട് വരുന്നു. അപ്പോൾ ഒരു 200 പേര് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ റിപ്പോർട്ടിലായി 200 പേര് എന്ത് ചെയ്തു? കർത്താവിനെ രക്ഷാവായി സ്വീകരിച്ചു. ബട്ട് ഈ 200 പേരിൽ എത്ര പേര് എലക്റ്റഡ് ആയിരുന്നു എന്നും അവരുടെ റിപ്പൻറ്റൻസ് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായ റിപ്പൻറ്റൻസ് ആണെന്നും ദേ ഡോണ്ട് കെയർ. അപ്പോൾ ഈ മാസ് ഇവാഞ്ചലൈസേഷൻ വന്നപ്പോഴാണ് ഈ ഓൾട്ടർ കോളുകൾക്ക്, കാരണം റിപ്പോർട്ടിൽ നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ ട്രൂലി നിൻ്റെ ആ ഡിപ്രാവിറ്റി കാണിച്ചു കൊടുക്കുന്ന, നീ വെർത്തല്ലെന്ന് കാണിച്ചു കൊടുക്കുന്ന ആ പഠിപ്പീരുകളും ലാക്ക് ചെയ്തു. ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നിടത്ത് അവർക്ക് നാട്ടിലുള്ള പണ്ടത്തെ കൂട്ടായ്മകളിലൊക്കെ എല്ലാം കഴിഞ്ഞു ഒരു പ്രായമുള്ളവരും ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ഒരു പാപബോധം ഉണ്ടാകുന്ന സമർപ്പിക്കാൻ വേണ്ടി ലോക്കലി അങ്ങനെ മനസ്സിലായി നഷ്ടപ്പെട്ടു. ഈ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കിത് നമ്മളിത് എത്ര ഉണ്ടാക്കി കൊടുത്താലും അൺലെസ് ആ ഹൃദയം തകരാത്ത ഒരാൾക്ക് ഇത് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളീ പറയുന്ന സാധനം എല്ലാം പീസസ് ഓഫ് ഇൻഫർമേഷനാണ്. ഇത് ആൾക്കാരുടെ തലയിൽ എന്താണ്? ഇൻഫർമേഷനായിട്ട് കയറുന്നതിൽ ഇതൊരു കാര്യവുമില്ല. ഇത് ഹൃദയത്തിൽ ഇത് ജീവനായിട്ട് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ. ഇപ്പോൾ എലക്റ്റ് അല്ലാത്ത ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് 1 മണിക്കൂർ അവൻ്റെ ഫുൾ അറ്റൻഷനും ഗ്രാസ്പ് ചെയ്ത് ഇത് മൊത്തം പഠിപ്പിച്ചാലും ഇത് ഇൻഫർമേഷനായിട്ട് അവൻ്റെ തലയിൽ കയറും. പക്ഷേ ഇത് അവൻ്റെ ഹൃദയത്തിൽ എന്താവത്തില്ല? ജീവനാകത്തില്ല. ഇത് എരിയത്തില്ല. ഇത് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? എരിയത്തില്ല. അൺലെസ് ഇത് എലക്റ്റ് ആയുള്ള ആൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് പറ്റും? ഇത് എരിയും. അപ്പം നോക്കിക്കേ, 4 ടൈപ്പ് ആൾക്കാരുടെ ക്ലിയർ ആണോ? ഷൈനി ചേച്ചി 1-2 വാക്യം വായിക്കണേ ചേച്ചി. മത്തായി 13-10 തൊട്ട് 14 വരെ വായിച്ചേ.
അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കും. നോക്കി അവിടെ നിൽക്കുക. അതിൻ്റെ അടുത്ത 14 നമുക്ക് പിന്നെ വായിക്കാം. നോക്കി, ഇത് എന്താ പറയുന്നത്? യേശു കർത്താവ് എന്ത് ചെയ്തു? ആൾക്കാരോട് എന്ത് ചെയ്തു? ഉപമകളായിട്ട് സംസാരിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, നീ ഇങ്ങനെ എല്ലാ ഉപമകളായിട്ട് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നതെന്ന്. അപ്പോൾ യേശു കർത്താവ് പറയുക, നിങ്ങൾക്കിത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? എക്സാക്ട്ലി, നിങ്ങൾക്ക് വരം ലഭിച്ചതുകൊണ്ടാണ് ഇത് മനസ്സിലാകുന്നത്. അത് വരം ലഭിക്കാത്ത ആർക്കും എന്ത് ചെയ്യത്തില്ല, ഇത് മനസ്സിലാകത്തില്ല. അവർക്ക് വരം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കിട്ടത്തില്ല, ഇത് മനസ്സിലാകത്തില്ല. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കും. മതി, നോക്കി, അത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. കർത്താവ് പറയുക, അവർ കേൾക്കും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എലക്ട് അല്ലാത്ത ഒരാളെ, വരം ലഭിക്കാത്ത ഒരാളെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് നമ്മൾ ഇത് ഫുള്ള് പഠിപ്പിച്ചാലും അവർ കേൾക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഗ്രഹിക്കത്തില്ല. അവർ കണ്ണുകൊണ്ട് കാണും, പക്ഷേ ഇത് അവരുടെ ജീവനായിട്ട് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അവരുടെ ഹൃദയം എന്തായിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞ്, തടിച്ചിരിക്കുന്നു. നമ്മൾ റീജനറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളുടെ ഹൃദയം മാറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും. അപ്പം നമുക്കിത് എന്തുകൊണ്ടാണ് ജീവനായി മാറുന്നതെന്നറിയാമോ? കർത്താവ് റീജനറേഷനിൽ നമ്മൾക്കൊരു പഴയ ഹൃദയം മാറ്റി ഒരു പുതിയ ഹൃദയം തന്നതുകൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ കൃപ നമുക്ക് ലഭിച്ചു. മറ്റേവർക്ക് ആ വരം എന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. അതുകൊണ്ട് ഇതെത്ര എക്സ്പ്ലെയിൻ ചെയ്താലും യേശു കർത്താവ് തന്നെ പറയുക, വരം ലഭിക്കാത്തിടത്തോളം അവർക്ക് ഇത് എന്താവത്തില്ല, ഗ്രഹിക്കാൻ പറ്റത്തില്ല. മത്തായി തന്നെ 13:24 തൊട്ട് 30 വരെ വായിച്ചു ചേച്ചി. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകും. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. മതി, നോക്കി, ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം അല്ലേ? നോക്കി, ഒരു ഉപമ പറയാമോ? യേശു കർത്താവ് എന്ത് വിതയ്ക്കാൻ വന്നവൻ എന്ത് ചെയ്തു, വിതച്ചു. ചിലത് നല്ല നിലത്ത് എന്ത് ചെയ്തു, വീണു. അതെ, എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ദുഷ്ടം വന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് കളയം വെച്ചു പോയി. അപ്പം ഈ മിക്സഡ് ആയിട്ട് ഇത് കിടക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ സേവ്ഡിൻ്റെ ഇടയ്ക്ക് നോട്ട് സേവ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ബട്ട് ദേ ബിലീവ് ദേ ആർ സേവ്ഡ് എന്നുള്ളവരും ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുകയാണ്. പക്ഷേ കർത്താവ് അത് അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് പറയുക, ഇതെന്ത് ചെയ്യട്ട്, ഇപ്പം പറിച്ചാൽ എന്തു പറ്റും, ഇപ്പം പറിച്ചാൽ നല്ലതും പോവും. അതുകൊണ്ട് ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ വളർന്നു വരുന്നൊരു ദിവസമുണ്ട്, ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. അന്ന് എന്ത് ചെയ്യും? അന്ന് ഇത് ട്രൂലി സേവ്ഡ് ഏതാണ്, ട്രൂലി എലക്റ്റഡ് ഏതാണെന്നൊക്കെ തെളിയുന്ന ഒരു ദിവസം ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ കാറ്റഗറിയിലുള്ളതെന്നുള്ളത് തീരുമാനിക്കുകയെന്നോ അസസ് ചെയ്യേണ്ടതോ അല്ല നമ്മുടെ പണി. നമ്മുടെ പണി നമ്മൾ ഈ കാറ്റഗറിയിലുള്ളതാണെന്ന് ഉറപ്പിക്കുന്നതാണ് നമ്മുടെ പണി. അപ്പോൾ നോക്കി, അതുകൊണ്ടാണ് പത്രോസ് എടുത്തു പറയുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് വിടാം. മാത്യു 7:22 വായിച്ചു ചേച്ചി. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം. മതി ചേച്ചി. അപ്പോൾ അവസാനത്തെ നാളിൽ ആൾക്കാർ വന്നിട്ട് പറയുക, കർത്താവേ കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്തു, നിന്റെ നാമത്തിൽ ഇത് ചെയ്തു അത് ചെയ്യുന്നു. ഈ കർത്താവേ കർത്താവേ എന്നുള്ള വിളി വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹീബ്രു ലാംഗ്വേജിൽ എന്തില്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ല. അതുകൊണ്ടാണ് കദോഷ് 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 എന്താ വെച്ചാൽ മലയാളം
കഥോഷകത്ത് സൈന്യങ്ങളുടെ പരിശുദ്ധൻ. കാരണം ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ല അവിടെ. അപ്പം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പം ആ വാക്കിന് എന്തുണ്ടാവുക, അത്രയും അർത്ഥം കാണിക്കുക. ഇപ്പം ഞാൻ പറയാം തമ്പിയെങ്കിൽ നല്ലവൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ബിബ്ലിക്കൽ ലാംഗ്വേജിൽ എപ്പോഴും ഒരാളെ വിളിക്കുമ്പോൾ റിപ്പീറ്റഡായിട്ട് വിളിക്കുന്നത് 15 പ്രാവശ്യമേ ബൈബിളിൽ മൊത്തത്തിൽ അങ്ങനെ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാമിനെ വിളിച്ചു, ഇവിടെ ഇസാക്കിനെ ഞാൻ കഴിക്കുമ്പം അബ്രഹാമേ എന്ന് വിളിച്ചു. പൗലോസിനെ വിളിച്ചു, ദമസ്കോസിനെ പടിവാതിക്ക് വെച്ചിട്ട് ശൗലേ എന്ന് വിളിച്ചു. ഏലിയാവേ എന്ന് വിളിക്കുന്നുണ്ട്. ബേസിക്കലി 15 പ്രാവശ്യമേ ബൈബിളിൽ മൊത്തത്തിൽ ഒരാളെ 2 പ്രാവശ്യം പേരെടുത്ത് പറഞ്ഞ് വിളിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് അത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരാളെ വിളിക്കുന്നതാണ് ആ കോളിങ്ങിൽ, എഫക്ച്വൽ കോളിങ് പൗലോസിനെ വിളിക്കുക ശൗലേ എന്ന്. അബ്രഹാമിനെ നോക്കി അത്ര ഒരു ഇൻറ്റിമേറ്റ് മൊമെൻറ്റിൽ വിളിക്കുന്നേ അബ്രഹാമേ എന്ന്. ഇവർ വന്നിട്ട് കർത്താവിനെ എങ്ങനെ വിളിക്കുന്നേ? കർത്താവേ. ബിക്കോസ് എൻ്റെയർ ലൈഫ് അവർ ചിന്തിച്ചിരുന്നത് എന്താണ്? ദേ ഹാഡ് എ വെരി റോങ് നോഷൻ അബൌട്ട് ദിസ് എൻ്റെയർ തിങ്. അതാ ഞാൻ പറയുന്നത്, നമ്മൾ എങ്ങനെയെങ്കിലും ഈ കണ്ടീഷണൽ ഇലക്ഷൻ്റെ അണ്ടറിൽ പെട്ടുപോയാൽ പ്രശ്നം എന്ന് ചോദിച്ചത് വെരി നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ നീതി വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ പ്രൈഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ത്രൂ ഔട്ട് ദിസ് ലൈഫ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് എന്താണ്? വി ആർ നോട്ട് സേവ്ഡ് ബട്ട് വി ബിലീവ് ദാറ്റ്. എന്ത് നമ്മൾ സേവ്ഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുക. നമ്മൾ മനസ്സുകൊണ്ട് കർത്താവിനെ സേവിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഒടുക്കത്തെ നാളിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ എന്ന് വിളിക്കും. അപ്പോൾ ആ ഇൻറ്റിമസി നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്നവരാരും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളായിരുന്നില്ല. ദേവേ റോൾ എന്താണ്? ഇൻറ്റിമേറ്റായിട്ട് ഇതിനു വേണ്ടിയിട്ടൊക്കെ നടന്ന ആളുകളാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? കർത്താവ് പറയുക ഐ നെവർ ന്യൂ യു എന്ന് കർത്താവ് പറയുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പം ഇപ്പം 4 ടൈപ്പ് ആൾക്കാരെ മനസ്സിലായല്ലോ. അപ്പം ഓൾവേസ് കം അണ്ടർ സേവ്ഡ് ആൻഡ് യു നോ ദാറ്റ് യു ആർ സേവ്ഡ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അപ്പോൾ ഇനി നോക്കി ഒരു 2 സാധനം ഞാൻ കാണിച്ചു തരാം. ഇതെന്താണ്? ഇത് ലൈക്ക് ഇത് രണ്ടും എന്താ, ഞാനൊരു സർക്കിളാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ലൈക്ക് ഒരു എന്നാ പറയുന്നത്, ഒരു വേൾഡിലെ ചർച്ചാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് രണ്ടും ഉണ്ടല്ലോ. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, തമ്മിയെങ്കിൽ പറഞ്ഞ പോലെ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. പക്ഷെ നമ്മൾ ഭൂമിയിൽ ഉള്ള 2 ചർച്ചയായിട്ടും കണ്ടാൽ മതി. ഇതെന്താണ്? ട്രൂ ചർച്ച എന്ന് വിചാരിക്കുക. അതായത് കർത്താവിൻ്റെ നല്ല ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന, ഇത് രണ്ടും ഭൂമിയിലേ ഉള്ളൂ വേൾഡ് ചർച്ചും. ഓക്കെ, കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ ഒരൊറ്റ ചർച്ചയുള്ളൂ. അതെന്താണ്? മണവാട്ടി സഭയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കുക, ഇത് എന്താണ്? വേൾഡിലെ ചർച്ചാണ്. ഇത് ട്രൂ ചർച്ചാണേ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ഗ്രീൻ എന്താണ്? എലക്റ്റഡ് ആൾക്കാരാണേ. ഓക്കെ, അപ്പോൾ ഇത് വേൾഡിലെ ചർച്ചാണല്ലോ. ഇതൊക്കെ ഓരോ മനുഷ്യന്മാരാണെന്ന് വിചാരിക്കേ. ഇതൊക്കെ ആരാണ്? ഓരോ മനുഷ്യന്മാരാണ്. ഇത് ട്രൂ ചർച്ചാണേ. അപ്പോൾ നോക്കി, ഇവിടെ ഫുൾ ആരുണ്ട്? എലക്റ്റ് ആൾക്കാരുണ്ട്. ഇവിടെ ആരുണ്ട്? ഇവിടെ ആരുണ്ട്? പക്ഷേ ഇത് പറ്റിച്ചു വെച്ചാ ആദ്യമായിട്ട് ചോപ്പ് ഉപയോഗിക്കുക കണ്ടോ. നമ്മൾ ട്രൂലി എലക്റ്റഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. പോട്ടെ, ഞാൻ കറപ്പിടാം തൽക്കാലത്തേക്ക്. അപ്പോൾ നോക്കി, സി നമ്മളിപ്പം വേൾഡിലെ ഒരു ഓർഗനൈസേഷനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? പൊട്ടറ്റോ പോലെ ഇരിക്കും അല്ലേ? നോക്കി, വേൾഡ് ചർച്ച് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ട്രൂലി സേവ്ഡ് ബട്ട് ദേ ബിലീവ് വാട്ട് ദേ സേവ്ഡ്. അവിടെ ആരുണ്ട്? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ? പക്ഷേ അവിടെ ഇടയ്ക്ക് ആരുണ്ട്? ട്രൂലി സേവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പെട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു ട്രൂ ചർച്ച് എടുത്തേ, അവിടെ കൂടുതലും സേവ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇടയ്ക്ക് ഒരു 1-2 പേര് എന്ത് ചെയ്യും? നമ്മളിതിനെ അസസ് ചെയ്യാണ്ടിരിക്കേണ്ട. ഇതെങ്ങനെ തെളിയുന്നതെന്ന് അറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പോകുന്ന ഒരു ബിലീവറിന് ഒരു പ്രശ്നം ഉണ്ടായി. ഓക്കെ, ഇതിൽ പോകുന്ന ഒരു ബിലീവറിന് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ജേക്കബ് അങ്കിൾ ഈ ചർച്ചിലും പോകും എന്നങ്ങ് വിചാരിക്കുക. ഓക്കെ, ജേക്കബ് അങ്കിൾ നമ്മൾ ആദ്യം മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ജേക്കബ് അങ്കിളിൻ്റെ അയൽവാസി എന്ത് ചെയ്തു? ജേക്കബ് അങ്കിളിൻ്റെ അതിലൊരു ഇച്ചിരി മാന്തിയിട്ട്, നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള പ്രശ്നം ഇതൊക്കെയാണല്ലോ, അതിൽ മാന്തിയിട്ട് എന്ത് ചെയ്തു? അത് പുള്ളിയുടെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജേക്കബ് അങ്കിൾ എന്ത് ചെയ്തു? ഇവിടെയും വന്ന് പറഞ്ഞു, ഇവിടെയും ചെന്ന് എന്ത് ചെയ്തു? പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടുന്നുള്ള റെസ്പോൺസ് എന്തായിരിക്കും? ഇവിടുന്ന് പറയും, യേശു കർത്താവ് പറഞ്ഞു, നിൻ്റെ സഹോദരൻ എന്താ? നിൻ്റെ പുതപ്പ് ചോദിച്ചാൽ ഉടുപ്പും കൂടെ കൊടുത്തേക്കാനാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കൊടുത്തേക്കാൻ പറയണം. അപ്പോൾ അങ്കിൾ ട്രൂലി സേവ്ഡ് ആണെങ്കിൽ അങ്കിൾ എന്ത് ചെയ്യും?
പുതപ്പൂടെ കൊടുത്ത് മറ്റേ ഇത് എഴുതി കൊടുത്തിട്ട് ഇവിടെ തന്നെ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ അങ്കിൾ ഇവിടെ വരുമ്പോൾ എന്ത് പറയും? ഇവിടാണ് അങ്കിൾ ഇത് വന്ന് പറയുന്നതെങ്കിൽ അങ്കിൾ പറയും നമുക്ക് 3 ദിവസം ഉപവാസം ഇരിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, അവൻ്റെ തലയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവൻ്റെ അത് 1/2 സെൻറ്റ് കൂടെ അങ്കിളിന് കിട്ടുന്ന പോലത്തെ ഒരു പരിപാടി ഉണ്ട്, നമുക്കത് പിടിക്കാമെന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്. യാ വാട്ട് എവർ. അപ്പം എവിടെ നിന്നാണ് യഥാർത്ഥ ഉപദേശം? യേശു കർത്താവ് പഠിപ്പിച്ച ഉപദേശം എവിടെ പഠിപ്പിക്കുന്നു? യു ഡിസൈഡ്. അത് എവിടുന്ന് കേൾക്കുന്നു? അങ്ങോട്ട് ഓടുന്നതായിരിക്കണം നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തുന്നതിൻ്റെ അകത്തിലെ ഒരു ഫാക്ടർ. അപ്പം നോക്കിക്കേ, ജേക്കബ് അങ്കിൾ ആസ് എ പേഴ്സൺ, ജേക്കബ് അങ്കിൾ ഇവിടെ പോയി ഇത് പറയുമ്പം ഇഫ് ഹി ഈസ് നോട്ട് എലക്റ്റഡ് ആൻഡ് നോട്ട് സേവ്ഡ്, ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് ഇവരെന്തുവാണ് ഈ പറയുന്നത്? ഞാനൊരു ആവശ്യത്തിന് വന്നിട്ട് ഇവർ എൻ്റെ അരസെൻ്റൂടെ കൊടുക്കാനാണ് ഇവർ പറയുന്നതെന്ന് എന്ത് ചെയ്യും? ചിന്തിക്കും. ഇഫ് ഹി ഈസ് ട്രൂലി എലക്റ്റഡ്, ഇത് പുള്ളിയുടെ ഉള്ളിൽ ജീവനായിട്ട് മാറും. പുള്ളി വിചാരിക്കും ശരിയാണ്, ഞാൻ ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആളാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ? സർവൈവ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവഞ്ച്വലി ഇവിടെയുള്ള ആൾ ഇവിടെ പോകും. ഇനി ഇവിടെ ഉള്ള ഒരാൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൻ പറയും ഇങ്ങനല്ലല്ലോ ബൈബിൾ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ ചെല്ലും? പതുക്കെ ഇവിടെ ചെല്ലും. ഇനി ഇതിൻ്റെ അകത്തിലുള്ള ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ചാട്ടം സംഭവിക്കും. മനസ്സിലായോ? സോ അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലെ ഓർഗനൈസേഷൻ കർത്താവ് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ടെന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കളയൊക്കെ ഉണ്ട്. അതൊക്കെ പറിക്കുന്നതും കൂട്ടുന്നതും ഒക്കെ കർത്താവിൻ്റെ പണിയാണ്. നമ്മളിതൊന്നും അസസ് ചെയ്യുക. നമ്മളിത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം രേഷ്മ എലക്റ്റഡ് ആണോ എന്ന്, രേഷ്മയെ ഉറപ്പിക്കുക എന്നുള്ളത് നമ്മളെല്ലാം പണിയാണ്. നമ്മൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ രേഷ്മയുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കേണ്ടത് ആരുടെ പണിയാണ്? രേഷ്മയുടെ പണിയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യേണ്ടത്? ഉറപ്പിക്കേണ്ടത്. അൺലെസ് നമുക്ക് ആ അഷ്വറൻസ് ഇല്ലാത്തിടത്തോളം നമുക്കൊരു സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ വെയിലേറ്റ് വാടുന്നവരെ പോലെയാണ്. രാവിലെ എണീറ്റ് ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ, ഓരോ സെക്കൻഡിലും നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ആ മെസ്സേജ് അയച്ച സിസ്റ്റർ പറഞ്ഞ പോലെ അയ്യോ ഞാൻ യോഗ്യയല്ല എന്ന് പറയുമ്പം ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ യോഗ്യയല്ലെന്നും, അപ്പോഴെല്ലാം എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ എനിക്ക് എന്തുണ്ട്? ക്രിസ്തു എന്ന നങ്കൂരമുണ്ട്. എൻ്റെ രക്ഷ ക്രിസ്തുവിൽ ആങ്കേർഡാണ്. അത് നീങ്ങിപ്പോകാത്ത, ഇളക്കമില്ലാത്ത, കുലുക്കമില്ലാത്തതിലാണ് എൻ്റെ രക്ഷ എന്ത് ചെയ്തിരിക്കുന്നത്? ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പം എനിക്ക് ഓരോ റോളും ഇല്ലാതെ ഒരു സാധനം എൻ്റെ മണ്ടയ്ക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് ഇതെല്ലാം ഞാൻ ചെയ്തോളാമെന്ന് പറയുമ്പം ഇനി എനിക്ക് എന്ത് പേടിക്കാനാണ് ഉള്ളത്? അപ്പോൾ എൻ്റെ ഏറ്റവും ബിഗസ്റ്റ് പാർട്ട് കർത്താവ് ചെയ്തു. എല്ലാം ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് എന്താ പേടിക്കാനുള്ളത്? അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയണം, രക്ഷ എന്ത് ചെയ്യത്തില്ല. വിളിച്ച ദൈവം എന്താണ്? ആ പാട്ട് നിങ്ങൾ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ അലഞ്ഞു ഞാൻ അലയാനിട, വരികയിൽ അവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. എവിടെ വരെ നടത്തിയിടുന്നു? നിത്യതയോളം എന്നെ നടത്തിയിടുന്നു. ആ ബോധം നമുക്കുണ്ടാകണം. എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് ഒരു ഉറപ്പുള്ള നങ്കൂരത്തിലാണ്. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല. നിങ്ങളുടെ ഏറ്റവും പാവി ഞാനായതുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം കാഹളം ധ്വനിച്ചാൽ ആദ്യം ഞാൻ ഇവിടുന്ന് പോകും. ഇത് വിശ്വസിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തുണ്ട്? അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പിനെ ഉറപ്പിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് റോമാലേഖനത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടി കേട്ടോ. ഇനി നിങ്ങൾ റോമാലേഖനം വെറുതെ എടുത്ത് വായിച്ചാലും മനസ്സിലാവും. നമ്മൾ ഇനി തുടങ്ങുന്ന 4 നിന്നാണ് തുടങ്ങുന്നത്. 4 തുടങ്ങുന്നത് എങ്ങനെയാ? നമ്മുടെ പിതാവായ അബ്രഹാം പ്രവൃത്തിയാലല്ലോ വിശ്വാസത്താലാണല്ലോ നീതീകരിക്കപ്പെട്ടത്. പ്രവൃത്തിയാലാണെങ്കിൽ അബ്രഹാമിന് പ്രശംസിപ്പാൻ വകയുണ്ട്, വിശ്വാസത്തിലായതുകൊണ്ട് ഇല്ലതാനും. ഇനി അത് നിങ്ങൾക്ക് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? സോ സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് റോമാലേഖനം പഠിക്കാൻ ആവശ്യമുള്ള ഡോക്ട്രിൻസ് എല്ലാമായി. നമ്മളിനി ഒരാഴ്ചയും കൂടെ ഈ ചർച്ചസിൽ എങ്ങനെയാണ് ഈ ഡോക്ട്രിൻസ് വർക്കൗട്ട് ആയെന്നുള്ളൊരു അതൊരു ഹിസ്റ്റോറിക്കൽ ടോപ്പിക്കാണ്. അതുകൂടെ പഠിച്ചാൽ നമുക്കൊരു കംപ്ലീറ്റ് ബേസ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഗെറ്റ് ബാക്ക് ടു റോമൻസ് 4 തൊട്ട് നമ്മൾ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും